ചോദ്യം ചോദിക്കാം. ആദ്യം ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഇവർ തരും, അതിനുശേഷം നമുക്ക് ചോദ്യത്തിലെങ്കിലും പോവാം. നമസ്കാരം, എൻ്റെ പേര് അനീഷ് എന്നാണ്. ഇമാജിൻ സിനിമാസിൻ്റെ ഡയറക്ടറാണ്. ഞങ്ങൾ ചെയ്ത 4ാമത്തെ സിനിമയാണിത്. സെന്നയുടെ 4ാമത്തെ സിനിമയാണ്. സെന്നയുടെ 4ാമത്തെ സിനിമയാണ്. ഒരു ചെറിയ ബഡ്ജറ്റിൽ തീർന്ന ഒരു വലിയ സിനിമ എന്നാണ് നമ്മൾ പറയുന്നത്. അതിന് ബാക്കി നിങ്ങളാണ് പറയേണ്ടത്. നിങ്ങളാണ് ഈ സിനിമ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ ഈ സിനിമ നാളത്തെ പ്രിവ്യൂ ഷോയിൽ നിങ്ങളെല്ലാവരും വരണം, സിനിമ കാണണം, സിനിമയെക്കുറിച്ച് നന്നായിട്ട് നിങ്ങൾ റിവ്യൂ ചെയ്യണം. സിനിമേൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം സംവിധാനം ചെയ്ത സെന്നെ സംസാരിക്കും. അതിനുശേഷം ബാക്കിയുള്ളവരും സംസാരിക്കുന്നതായിരിക്കും. ജസ്റ്റ് ഒരു ഇൻട്രോ കൊടുത്തോളൂ, എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ. ഞാൻ മൊത്തം ഫസ്റ്റ് ഓഫ് ഓൾ നമസ്കാരം. മലയാളത്തിൽ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ട്രൈ. ഇത് നമ്മൾ ഈ പടം ലാസ്റ്റ് ഇയർ നവംബർ ഡിസംബറിലാണ് ഷൂട്ട് ചെയ്തത്. വി ഷോട്ട് ദിസ് മൂവി ഇൻ കാഞ്ഞങ്ങാട്. അത് മോസ്റ്റ് ഓഫ് മൈ മൂവീസ് ഞാൻ കാഞ്ഞങ്ങാടിലാണ് ഷൂട്ട് ചെയ്യുന്നത്. സോ ഇതൊരു യൂണിവേഴ്സൽ തീം. സോ അംബരീഷ് പുള്ളിയാണ് ഇതിൻ്റെ സ്റ്റോറി എഴുതിയത്. ആൻഡ് ഞങ്ങൾ രണ്ടുപേരെ സ്ക്രീൻ പ്ലേ ചെയ്തു. ഇത് പുള്ളിയുടെ ജീവിതത്തിൽ നടന്ന ഒരു ആയുധത്തിൻ്റെ അല്ലേ? അല്ല, സോറി, അല്ല, ഇതൊരു ഫിക്ഷനാണ്. ഞാൻ വെറുതെ പുള്ളി എടുത്ത് കളിയാക്കി. പുള്ളിയുടെ ആ മതിൽ ചാടിയത് അംബരീഷ് ആയിരുന്നു. സോ ഇതൊരു സ്റ്റൈലിൽ പറയുന്ന പോലെ തന്നെ ഒരു അവിഹിത കഥ, ഒരു നാട്ടിൽ, ഒരു ഗ്രാമത്തിൽ നടക്കുന്നതും. യുനോ, ഐ കം ഫ്രം സ്മോൾ ടൗൺ. അപ്പം നമ്മുടെ നാട്ടിൽ ആ ഒരു ലൈക്ക് ഹൗ വി ഈവ്സ് ഡ്രോപ്പ് ഓൺ അതേഴ്സ്. ഞങ്ങൾ വേറെ ആൾക്കാരെ യുനോ ഹൗ വി ആർ വെരി ഇൻട്രസ്റ്റഡ് ഇൻ അതർ പീപ്പിൾസ് ലൈഫ്സ് ആൻഡ് ഹൗ വി ലുക്ക് അറ്റ് ഈച്ച് അതർ ഇൻ സൊസൈറ്റി. അങ്ങനെ, ഐ മീൻ നോട്ട് ഇൻ എ പ്രീച്ചി വേ, ബട്ട് മോർ ലൈക്ക് ഒരു കോമഡി ഫിലിമായിട്ട് നമ്മൾ അറ്റംപ്റ്റ് ചെയ്തിരുന്നത്. ഞാൻ പറഞ്ഞ പോലെ അംബരീഷാണ് ഇതിൻ്റെ സ്റ്റോറി, ഒറിജിനൽ സ്റ്റോറി എഴുതിയത്. അതിൻ്റെ അടുത്തുള്ളത് ശ്രീരാജ്. ഐ മീൻ ഹീസ് പാർട്ട് ഓഫ് മൈ എവറി ഫിലിം. ഇതിൽ പുള്ളി ഡബിൾ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്. ഈസ് നോട്ട് ഓൺലി ഡൺ സിനിമാറ്റോഗ്രാഫി ബട്ട് ഈസ് ഓൾസോ ദ ക്രിയേറ്റീവ് ഡയറക്ടർ. സോ ദെൻ വി ഹാവ് സുധീഷ്, യുനോ, മദനോത്സവത്തിൻ്റെ ഡയറക്ടർ, ഫെലോ കാഞ്ഞങ്ങാടിയൻ. എനിക്ക് എന്തുണ്ട് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കുന്ന ആളാണ് സുധീഷ്. സോ ഹി കെയിം ഓൺ ബോർഡ് ആസ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ. ആൻഡ് പുള്ളിയാണ് മൊത്തത്തിൽ ഒന്ന് പടം ഫിനിഷ് ചെയ്ത് കൊടുത്തത്. ദെൻ വി ഹാവ് ശങ്കർ സിറ്റിംഗ് ബിഹൈൻഡ്. ശങ്കർ ഈസ് ഓൾസോ ലോങ് ടേം അസോസിയേറ്റ്. ഹീസ് hopefully, you know, he'll direct movies in the future. Pulli, he worked as a line producer, or a different role. Pulli Prasham jolly cheyidu. Then we have Manu, who's a costume designer. Manu, mugam kanicha. He was a costume director for Tingraj Nischan also. So second movie I'm working with him. So Pulli yanda pole thanne, he only works if the movie is shot in Kalinga. Then we have yeah, that's the technicians. And a few people are missing. Sriraj Sajiyana music cheydirikkunnathu. I think he has done a couple of movies before. Kripesh Ayappankoti did the art. Then we have Sanath Shivraj. He did the editing. Pulli ella samayathu ivide undarunnu, innu mathram illa ivide alle. Then I'll introduce the cast. Obviously everyone knows Unniyatan, Unniraj, Chervathu, Marimaya. ഞാൻ അരുവത്തിന് ഇരുന്ന് എന്നെ മറക്കാണ്ട്. Then we have Ranji Kangoli, ഇവർ രണ്ടുപേരും നല്ല പ്രോമിനന്റ് റോൾ ഉണ്ട് പടത്തിൽ. Then we have Rakesh Ushar, followed by Anish, Gundu fame Ajit. Then we have Danesh and Vrinda. So yeah, that's pretty much our cast and crew. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കാസ്റ്റ് ആൻഡ് ക്രൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സിനിമ അവിഹിതം എന്നാണ് പേര്, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത് UA13+ സർട്ടിഫിക്കറ്റ് ആണ്. ആ കാണുന്ന റൗണ്ട് അഡൽട്ട് റേറ്റഡ് അല്ല, ഇതിൻ്റെ റേറ്റഡ് UA13 ആണ്. പിന്നെ ഈ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു തമാശ ഫൺ വൈബൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കാണും. അപ്പം ഈ സിനിമയുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇവരുടെ ടീമിനോട് ചോദിക്കാം.
You can start asking questions. Hello, Secretary. How are you? ഗുഡ് ഗുഡ്. സോ ആ വിഹിതം ഒരു 13+ ആണ് എൻ്റെ സർട്ടിഫിക്കേഷൻ, പക്ഷേ സർട്ടിഫിക്കറ്റിൻ്റെ എ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതൊരു കൈൻഡ് ഓഫ് മാർക്കറ്റിംഗ് പോലെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. Well, this movie has two meanings. There is Avihidam and then there is Vihidam. അത് പടം കാണുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവും what is the right meaning of that word. Yeah, I mean, the subject has a title, deals with its little mature title. So നമ്മൾ ആ ഒരു definitely to register that. Either first of all, it's a small film. When I say small, as in, you know, budget wise and even നമ്മളെ ആക്ടേഴ്സും കാര്യങ്ങളൊക്കെ, it's not a very well known faces ഒന്നുമില്ല. So we need to get some sort of eyeballs on the movie. So yeah, that was one of the reasons we went with Avihidam with an A. ഉണ്ണിച്ചേട്ടാ, ഈ നായക നടനൊക്കെ ആയിരിക്കുന്നു, ഒരു സിനിമ മൊത്തത്തിൽ കൊണ്ടുപോകുന്നൊരു ആളായി മാറും ഭാവിയിൽ, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടോ? അങ്ങനെ ഇതെല്ലാവരും നായകന്മാരാണ്. അങ്ങനെ എല്ലാവരും ഭയങ്കരമായിട്ട് ചെയ്യാനുണ്ടായില്ലേ. നമുക്ക് ഞാൻ ഈ സാറിനോട് ചെറിയൊരു വേഷം ചെയ്യാൻ തരണം എന്ന് പറയണ്ടേ. ഇപ്പൊ 4ാമത്തെ സിനിമയാണ്. അതിൽ ഒരു സിനിമക്ക് എനിക്ക് സുഖമില്ലാണ്ട് ഒരു അപകടം പറ്റി കിടന്നപ്പോൾ മാത്രമാണ് പോകാൻ പറ്റാതെ. വന്നു പോകുന്ന തരുന്ന സാറിന് നിനക്ക് പറയാനുള്ള ആ ഒരു അധികാരം സാറിൻ്റെ അടുത്തുണ്ട്. ഒരു സ്നേഹമാണ്, ഒരു ബന്ധമാണ്, അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ഒരു ദിവസം പറഞ്ഞു, സാറല്ലേ അപ്പൊ വന്നു മുടി മുറിക്കണം പറഞ്ഞിട്ട്. പിന്നെ മുടി ഉണ്ടല്ലോ, ഇപ്പൊ നമുക്ക് നല്ല മുടി ഭയങ്കര ഇഷ്ടമാണ്. ആടെ നേരെ വേറെ സിനിമ ഷൂട്ടിന്റെ വന്നതും ആടിയിരുന്നതും അപ്പൊ മുടി കട്ട് ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു മുടി മുറിക്കണമെന്നില്ല സാറ് എന്നോട് ഒന്നും പറഞ്ഞ മുടി മുറിക്കണം എന്ന് പറഞ്ഞ ആടിയിരുന്നു. അപ്പൊ ഞാൻ മരണമ സിനിമയിലെ ക്ലൈമാക്സിനെ കഴിഞ്ഞിട്ട് വരുന്ന അതേ ദിവസമാണ്. അപ്പൊ ആ പടം പോട്ടെ, അപ്പൊ സുധീഷ് ഗോപിനാഥ് ഇല്ലെങ്കിൽ ഈ പടം സാറ് പറഞ്ഞ കർശന സ്വഭാവമാണ്. ഇന്ന് വരുന്നെങ്കിൽ അഭിനയിക്കാനല്ലേ വേണ്ട. അപ്പൊ സുധീഷേ വളരെ ഒഴിവാക്കിയൊക്കെയല്ലേ, എനിക്ക് വേണം, സാറിന്റെ പടമല്ലേ, വേഷമൊന്നും പറഞ്ഞില്ല. വന്നു അപ്പൊ മുടി മുറിക്കുന്നാണ്ട്. അപ്പോൾ ജസ്റ്റ് ഈ സൈഡൊന്ന് ഒഴിവാക്കി എത്തുന്നാൽ മതി, സാറിന് പ്രശ്നമൊന്നുമില്ല. കാരണം സാറിനോട് ഞാൻ സംസാരിച്ചല്ലേ. ജസ്റ്റ് ഇരുന്നതേലും ഒന്ന് കണ്ണീർ പോയി. അപ്പൊ ഇപ്പൊ മുട്ട അടിച്ചിട്ടുണ്ട് അടിയിരുത്തുന്ന തന്നെ. ഞാൻ കണ്ണാടി പോയി, എടാ ഇതെല്ലാം മുറിച്ചിന്. അങ്ങനെ സിനിമ വരുമ്പോൾ അതിന്റെ സീരിയസ് ആർക്ക് അറിയില്ലായിരുന്നു. വേഷം എന്ന് പറയുന്നത് സാറ് പറഞ്ഞില്ല, കഥ പറഞ്ഞ ഒരു പരിപാടി സാറ് പറയുകയില്ല. തുടങ്ങുമ്പോൾ കുറേ ഉണ്ട്. വന്നു പോകുന്ന വേഷത്തിൽ വന്നിട്ട് പോകാൻ പറ്റിയില്ല. ഒരു മുഴുനീള വേഷം ചെയ്ത് അതിനെപ്പറ്റി അത്ര അറിവില്ല. സാറ് പറഞ്ഞു, സാറ് പിന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, ആക്ടിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ്. നമ്മളോട് കാര്യം പറഞ്ഞു തരും, അത് മാത്രമേ ചെയ്യൂ. വേറെ ഒരു സാധനം നമ്മൾ സ്ഥിരം പരിപാടിയൊന്നും വേണ്ട, അത്ര മതി ഉണ്ണിയെന്ന് പറയും. അപ്പൊ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നമുക്ക് ടെൻഷൻ അടിക്കുന്ന സമയത്ത് ഷോൾഡറിലെ കൈ അപ്പുറെല്ലാം കൂട്ടിക്കൊണ്ടുപോയിട്ട് നല്ല രസം എന്തൊക്കെയോ തമാശയൊക്കെ പറഞ്ഞ് നമ്മളെ കൊണ്ടുവന്ന് വീണ്ടും അതിന്റെ മൂഡിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാധനമാണ്. അപ്പൊ നമുക്ക് ഭയങ്കര ആ ഒരു കുടുംബം പോലെയായിരുന്നു. എല്ലാം നമ്മുടെ കൂടെ എല്ലാം അഭിനയിക്കാൻ ഭയങ്കര സംഭവം. നമ്മളൊരു സിനിമ യാത്ര ചെയ്തിട്ട് ഇപ്പോൾ 8 വർഷമായി. 21 ദിക്സാക്ഷി ഞാൻ തുടങ്ങി വെച്ചത്. സിനിമയുണ്ട്, 19 സിനിമകൾ ചേർത്തുമ്പോൾ ലെജൻഡ് കമൽ സാറിന്റെ അടക്കം പറഞ്ഞ് ഞാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊരു വന്നു പോകുമ്പോൾ സാറിൻ്റെ അടുത്ത് നമുക്ക് ഭയങ്കര ഒരു ബലമാണ്. അല്ലെങ്കിൽ ഒരു നടനെന്ന രീതിയിൽ എൻ്റെ യാത്രക്ക് ഈ അഭിഹിതം എന്ന വേണു എന്ന ടൈലർ എന്ന കഥാപാത്രം ചെയ്യാൻ കഴിഞ്ഞത് എൻ്റെ വലിയ ഭാഗ്യമായിട്ട് കാണുന്നു. അത് ഒന്നേ പറയാമല്ലോ, സിനിമ പ്രേക്ഷകൻ കാണണം. ഒക്ടോബർ 10 റിലീസാണ്. അടിപൊളി സിനിമയാണ്. അല്ലെങ്കിൽ ഒരു കോമൺ ഒരു നാട്ടിൻപുറത്ത്, നമ്മുടെ നാടാണ്, നാട്ടിൻപുറത്ത് മാത്രം ചെയ്ത സബ്ജക്റ്റ് ആണ്. ലോകം മൊത്തമുള്ള സബ്ജക്റ്റാണ്. ഏത് ലോകത്തിൽ ഏടും ഉണ്ടാവുന്ന അഭിഹിതം എന്ന് പറയുന്നത് അത് ഒരു കേരളത്തിൽ മാത്രമേ, ലോകം മുഴുവനില്ല സംഭവം അഭിഹിതം. ആ വിഹിതം എന്ന് പറയുന്നത് പക്ഷേ മലയാള സിനിമ അടിയാളപ്പെടുത്തുന്ന ഒരു സിനിമയിലേക്ക് എന്തായാലും സന്തോഷം അതിന്റെ ഭാഗം കഴിഞ്ഞത്. അത്രയേ ഉള്ളൂ. പോലെ സാറ്. താങ്ക് യു ഉണ്ണിയേട്ടാ, താങ്ക് യു. ഈ മെയ്ഡ് ഇൻ കാഞ്ഞങ്ങാട് എന്നേ ഉള്ളൂ. മെയ്ഡ് ഫ്രം കാഞ്ഞങ്ങാടാണ്. എനിക്ക് തോന്നുന്നത് കേരളത്തിലെ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡയറക്ടറോടാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ പേര് തന്നെ ഏറ്റവും ഇതിനകത്ത് ഒരു ഹൈലൈറ്റ് ചെയ്ത് എപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കുന്ന പേര് തന്നെയാണ്. ഇപ്പൊ ജാനകി എന്ന പേര് സിനിമയിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു അവിഹിതം എന്ന് പറഞ്ഞിട്ട് പേര് വന്നപ്പം കൊടുത്തു കഴിഞ്ഞപ്പോ അതിനെന്തെങ്കിലും സെൻസർ ബോർഡ് ഇഷ്യൂ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ടൈറ്റിൽ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ സെൻസർ ചെയ്യുമ്പോൾ 1-2 സാധനങ്ങൾ നമുക്ക് മാറ്റാൻ പറഞ്ഞു. ബെറ്റർ സ്മോൾ തിങ്സ്.
ബട്ട് ടൈറ്റിലായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. സോ വി ഷോട്ട് ദ മൂവി ആൻഡ് ദ ഗേവ് UA-13. നമ്മൾ പിന്നെ ഒന്നും പറഞ്ഞില്ല, താങ്ക് യു എന്ന് പറഞ്ഞു വന്നു. അത് എന്തുകൊണ്ടായിരിക്കും ഇപ്പൊ ഈ രണ്ട് സിനിമയ്ക്കും ഈ പേരിന്റെ ഒരു ചെറിയ പേരിന്റെ പ്രശ്നം മാത്രമാണ്. അപ്പൊ അത് ഒരു സിനിമയ്ക്ക് അനുവദിക്കുക, ഒരു സിനിമയ്ക്ക് അനുവദിക്കാതിരിക്കുക. ഇപ്പൊ ഒരുപക്ഷെ നിങ്ങൾ പേടിച്ചിട്ടുണ്ടാവില്ലേ, ഇപ്പൊ ജാനകി എന്നുള്ള പറഞ്ഞ പേര് പ്രശ്നമായപ്പോൾ സെൻസർ ബോർഡ് അത് വിലക്കി കഴിഞ്ഞപ്പോൾ അത് ഞങ്ങൾക്കും ബാധിതമാകും എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നില്ലേ? പേടി ഉണ്ടോന്ന് ചോദിച്ചാല് ഇല്ല, ഓണസ്റ്റ്ലി ഉണ്ടായിരുന്നു. നമ്മൾ അതിനെ പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല. ഞങ്ങൾ അവിഹിതം എന്ന് രജിസ്റ്റർ ചെയ്തു, ആ ചേംബറിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റി. നമ്മളെ കണ്ടന്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദറ്റ്, ലൈക്ക് സബ്ജക്റ്റ് ഉണ്ട് പടത്തിൽ, ഒരു അവിഹിതം നടക്കുന്നുണ്ട്. ബട്ട് ഇറ്റ്സ് നോട്ട് ലൈക്ക് എൻ എക്സ്റേറ്റഡ് ആയിട്ടൊന്നും നമ്മൾ കാണിക്കുന്നില്ല. ഇറ്റ്സ് എ കോമഡി ഫിലിം അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ. ആ ടൈറ്റിൽ മാത്രമാണ് കുറച്ചും കൂടി ഒരു എന്താ പറയുന്നത്, ഐ വിൽ മേക്ക് യു നോട്ടീസ് ആൻഡ് ദ സബ്ജക്ട് ഈസ് ഓഫ് അവിഹിതം. ബട്ട് പടത്തിൻ്റെ ഉള്ളിൽ ഞങ്ങൾ അങ്ങനെ ഒന്നും, ഇവര് ട്രെയിലറിൽ പറഞ്ഞിട്ടുണ്ടോ കുളി സീനൊക്കെ, അതൊന്നും കാണിക്കുന്നില്ല. സോ ഓക്കെ, ഇപ്പൊ ഏത് മേഖലയിലാണെങ്കിലും എവിടെയാണെങ്കിലും, ഇപ്പൊ രാഷ്ട്രീയത്തിലാണെങ്കിലും സിനിമയിലാണെങ്കിലും എല്ലാം അവിഹിതത്തിന് പ്രത്യേക ഒരു ഗ്ലാമർ ഉണ്ട്, ആ വാക്കിനുണ്ട്, ആ പ്രവർത്തിക്കും എല്ലാം. ചെയ്യുന്നവർക്കും കാണുന്നവർക്കും എല്ലാം ഒരു സുഖമുള്ള ഒരു കാര്യമാണ് ഈ അവിഹിതം എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഈ അവിഹിതം ചെയ്ത് കഴിഞ്ഞപ്പോൾ എത്രത്തോളം ഹാപ്പി ആയിരുന്നു എന്നുള്ളതാണ് ഇപ്പൊ പ്രേക്ഷകരോട് പറയുന്നത്. We all enjoyed our Avedam, I think. Let's say that. I mean, as in terms of making the movie, it was a great experience. I mean, it was as good an experience as having an Avedam. I mean, in real life. But yeah, we really enjoyed our process, the support from the production. The support from, like, if നമ്മൾ കാഞ്ഞങ്ങാട് പടം ചെയ്യുമ്പോൾ it's almost like, you know, working in theatre or working in a family business പോലെയാണ്. I mean, we create the movie in our own way, everything, literally from organizing everything to food and everything. So ആ രീതി നോക്കുമ്പോൾ ഇതൊരു, and we shot only for 20 days. ഇത് 20 ദിവസത്തിൽ ഷൂട്ട് ചെയ്ത പടമാണ്. So in that sense it was very enjoyable and yeah, I mean, പ്ലസ് ഇവരൊക്കെ നമ്മളെല്ലാവരും നെയ്ബേഴ്സാണ്. ഉണ്ണിയേട്ടൻ്റെ വീട് ഇസ് ലൈക്ക് പ്രോബ്ലി 10 kilometers ഫ്രം മൈ ഹൗസ്. രഞ്ജീസ് ഹൗസ് ഈസ് ലൈക്ക് another 15 kilometers. സോ നമ്മളില്ലെങ്കിൽ സാധാരണ കണ്ടുമുട്ടി ഇവർ ദിൽ കം ടു മൈ ഹൗസ്. അങ്ങനെ ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ആണ്. സോ ഓൾ ദാറ്റ് ഹെൽപ്ഡ് us to make this film. So yeah, I mean, നമ്മൾക്കറിയാം ഇനി 2 ദിവസത്തിൽ how rest of Kerala will think of it. So ഉണ്ണിയേട്ടാ, ഉണ്ണിയേട്ടൻ ഇപ്പൊ അവിഹിതത്തിലാണല്ലേ? മറുപടിയില്ല. അങ്ങനെ തോന്നുന്നതാ, എല്ലാം പെട്ടുപോയിട്ടാ ഇതുവരെ. പറയണ്ട. സത്യം പറഞ്ഞാല് എന്റെ ഓള് എന്നോട് നമ്മൾ ഇത് സ്റ്റാറ്റസ് ഇട്ടു അവിഹിതം. ഓള് പറഞ്ഞ ഏപ്പടത്തിന് അഭിനയിക്കുന്നുണ്ടല്ലോ ചോദിച്ചാൽ എന്നോട്. ഞാൻ അഭിഹിതം, അതിന് ഏറിട്ട അഭിഹിതം, അതിലെന്തെല്ലോ കാര്യമുണ്ട്. അതുകൊണ്ട് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അതുപോലെ ഈ ഒരു സിനിമ നമ്മള് പല സിനിമകൾ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഇത് ഞാൻ പ്രത്യേകം ആത്മാർത്ഥമായിട്ട് പറയുന്നത് തിയേറ്ററിൽ പോയി കാണണം. ഇതിൽ കുറേ നമ്മളെ തൊട്ടപ്പുറത്തില്ല കുറേ ആൾക്കാരിലെ ഇല്ല പോലെ തോന്നും ഈ സിനിമയിൽ. നമുക്കൊക്കെ അനുഭവമില്ല പല കാര്യങ്ങളും നമ്മൾ തൊട്ടപ്പുറം അവരങ്ങനത്തെ. ഈ സിനിമ കഴിയുമ്പോൾ സിനിമേനെ ഒരിക്കലും കഥ പറയരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അവിടെ ഒന്നും പറയുന്നില്ല. പക്ഷേ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ചുറ്റുപാടും അല്ല പറയാം ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം നമുക്കൊക്കെ അനുഭവമുണ്ട്. എനിക്ക് വലിയൊരു അനുഭവം ഉണ്ടായതാണ്, ഒരു വേറെ രീതിയിൽ ഉണ്ടായതാണ്. അപ്പൊ അത് അങ്ങനെ ഓരോരാൾക്കും പല രീതിയിലും യാത്ര നൈറ്റ് ഉണ്ടാവുമല്ലോ മനുഷ്യന്മാർ. അപ്പം ഇതിലെ ബൈക്കേ അപ്പുറത്ത് ഓൻ എപ്പോ കളിയിലേ പോകുന്നുണ്ടായില്ലല്ലോ. ഓൻ എന്താ കളിയെ ഇപ്പുറം പണ്ട് ഈ മറ്റേ പ്രേതത്തിനൊക്കെ പേടിയാന്ന് പോവും. പ്രേതം ഉണ്ടല്ലോ ആടെ പണ്ടാരോട് തൂങ്ങിച്ചത്തി എന്ന് പറഞ്ഞോ. ഞാൻ ഇപ്പുറത്തെ കളിയിൽ ഇപ്പുറത്തെ വരലുണ്ടായിരുന്നു. അപ്പോ അതിനെ കൊണ്ട് ആവശ്യം ഉണ്ടായിട്ട് ആ കളിയിലെ പോകുന്ന എനിക്ക് ഇപ്പുറത്തെ എളുപ്പമുണ്ട്. പക്ഷെ നമ്മ പണ്ടത്തെ വീട് ഉണ്ടാകുമ്പോ അപ്പുറത്തെ പോയി ഞാൻ അപ്പുറത്തേ പോകും. അപ്പം ഒരു മനുഷ്യൻ അതിലേക്ക് പോയാലോ ഓന് സ്വാതന്ത്ര്യം, ഒരുപക്ഷെ ആ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന ചില സംഭാഷണം ഉണ്ടാവാം. അതൊന്നും പറയുന്നില്ല. അവിഹിതം ഇപ്പൊ അവിഹിതത്തിന്റെ കാര്യം പറയുമ്പോ തന്നെ ഉണ്ണിയേട്ടന് തനി കാസർഗോഡ് ഭാഷ, അതുപോലെ മലബാർ ഭാഷ, ആ ഒരു സ്ലാങ് വന്നു.
അപ്പൊ ഇതിനകത്ത് ഒരു ഭൂരിഭാഗം പേരും കണ്ണൂർ ഏരിയയിൽ നിന്നും അതുപോലെ കാസർഗോഡ്, കോഴിക്കോട് അങ്ങനെ ഏരിയയിൽ നിന്നുള്ളവരാണ് മെയിനായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്ലാങ് ഇതിനകത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ സ്ക്രിപ്റ്റിൽ എന്തെങ്കിലും സഹായിക്കാൻ സാധിച്ചോ? സ്ക്രിപ്റ്റില് എന്തെങ്കിലും സഹായിക്കാൻ ഉണ്ണിയേട്ടന്റെയും ഇവരുടെയൊക്കെ ഒരു പങ്കുണ്ടായിരുന്നോ ചോദിച്ചത്? ഇല്ല, ആക്ച്വലി ഞാൻ സ്ക്രിപ്റ്റ് കൊടുക്കാറില്ല ആക്ടേഴ്സിന്. ഞങ്ങള് സീന് തുടങ്ങുന്ന മുമ്പ് ആ സീന് മാത്രമേ വായിച്ചു കൊടുക്കാറുള്ളൂ. സോ അവർക്കാർക്കും കഥയുടെ ഒരു ഏകദേശം കുറച്ച് ധാരണ ഉണ്ടാവും, പക്ഷേ ദേ വുഡ് നോ ദ ഹോൾ തിങ്. അപ്പോൾ സ്ക്രിപ്റ്റായിട്ട് നമ്മളിപ്പോൾ ഓബിയസ്ലി സുധീഷാണ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസ് ചെയ്തത്. സോ ഹി ന്യൂ. ഞാനും അംബരീഷും പിന്നെ ശ്രീരാജ്, ഞങ്ങൾ 3 പേരാണ് പ്രെറ്റി മച്ച് റൈറ്റ് ആൻഡ് ഡിസൈഡ്. അന്ന് സീന് തുടങ്ങുന്ന മുമ്പ് നമ്മൾ ആ സീനിലുള്ള ആക്ടറെ വിളിച്ചിട്ട് വിൽ എക്സ്പ്ലെയിൻ ഇട്ട് ഇതാണ് വേണ്ടത്, ഇതാണ് ഡയലോഗ്സ്. ഒരു 15-20 മിനിറ്റ്സ് ഞങ്ങൾ അവരെ പഠിപ്പിച്ചു. ആൻഡ് ദെൻ വിൽ കം ആൻഡ് ഷൂട്ട്. അങ്ങനെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ബട്ട് ഹി ഹസ് ഓബിയസ്ലി ആ മറ്റേ ഹലോ യമുന നായർ ആ ട്രെയിലർ കണ്ടില്ലേ? എന്താണ് ഡയലോഗ്? അല്ല എന്താണ് മൈ സ്വീറ്റ് ഗേൾ യമുന, അതൊക്കെ പുള്ളിയെ കൈ നിട്ടത്. അത് സ്ക്രിപ്റ്റിലൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഒരു പണ്ടത്തെ ഒരു ആരെ ഓർമ്മ ഒന്നെന്ന് പറഞ്ഞു. ശ്രീരാജ് അതുപോലെ പല സീനുകൾ ചെയ്യുമ്പോഴും അത് ഉണ്ണിയേട്ടനും രഞ്ജിയും അതുപോലെ അജിത്തും ധനേഷും ആയിട്ടൊരു സീൻ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ചിലത് സ്ക്രിപ്റ്റില് നമ്മൾ വലിയ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ടാവില്ല. ഷൂട്ടൊക്കെ തുടങ്ങി ഒരു 10-20 ദിവസം 20 ദിവസം ആകുള്ളൂ, അല്ലെ, ഒരു 10 ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും നമുക്കൊരു റാപ്പോ എല്ലാവരുമായിട്ടുള്ളത് മനസ്സിലാവും. നമ്മളപ്പോൾ ഈ സീൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതിനുശേഷം ഇവർക്കൊരു ഫ്രീ ആയിട്ട് ഡയലോഗ് ഇന്ന കണ്ടന്റ് ആണ് നമുക്ക് വേണ്ടതെന്നേ നമ്മൾ പറയാറുള്ളൂ. അല്ലാതെ എഴുതി വെച്ചേക്കുന്ന ഇതേ വരികൾ പറയണം എന്നുള്ളൊരു നിർബന്ധം ആക്ടേഴ്സിനോട് ഇതുവരെ ചെയ്ത ഒരു സിനിമകളിലും അങ്ങനെ നിർബന്ധം പിടിക്കാറില്ല. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് എനിക്കൊരു ചെറിയൊരു ഓർമ്മ വരുന്നത്, ഒരു സീൻ നമ്മൾ വല്ലാതെ അവിടെ വെച്ച് തന്നെ ഇംപ്രവൈസ് ചെയ്ത് കുറെ ചിരിച്ച ഒരു സീനുണ്ട്. അത് സ്ക്രിപ്റ്റില് ഉള്ള സീനിന്റെ ഡിവിഷനേക്കാളും ഞങ്ങൾ ഓൺ ലൊക്കേഷനിൽ കുറച്ച് മാറ്റി. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഇവരുടെയൊക്കെ ഇൻപുട്ട്, അവരുടെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള കൗണ്ടർ പറയുന്നൊക്കെ ഭയങ്കര രസമാണ്. അപ്പൊ അവര് ചിലപ്പോൾ ചിലത് കൈ നടും. അപ്പൊ നമ്മൾ പറയും അത് കൊള്ളാം, അത് പറഞ്ഞോ, അപ്പൊ നീ ഇങ്ങനെ തിരിച്ചതാ. അങ്ങനെയൊക്കെയുള്ള നാച്ചുറലി സംഭവിക്കാറുള്ള ഇംപ്രവൈസേഷൻ ഒക്കെ ഉണ്ട്. അത് ഇത്തരത്തില് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാകുമ്പോൾ നമുക്കത് കിട്ടും. അവരുടെ തന്നെ സ്ലാങ്ങിൽ അവർ സംസാരിക്കുമ്പോൾ അത് കുറച്ചും കൂടെ ഹെൽപ്പും ചെയ്യും അവരെ അത്തരം പെർഫോമൻസുകൾക്ക്. നായികയോടാണ് നമ്മുടെ ടാഗ് ലൈൻ തന്നെ ഒരു ഇത് ആണുങ്ങൾക്ക് മാത്രം ഉള്ളതല്ല ഈ അവകാശം എന്ന് പറയുന്ന ടാഗ് ലൈനാണ് വന്നേക്കുന്നത്. ശരിക്കും ആ ഒരു ടാഗ് ലൈനോട് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഈ അവിഹിതത്തിൽ എന്താണ് ബന്ധം? അല്ല, അവിഹിതത്തിൽ ഇത് മാത്രമല്ല, അതൊരു ചോയ്സ് ആണ്. അത് ഏത് കാര്യത്തിലും അവനവന്റെ തീരുമാനങ്ങൾ എന്താണ് എന്നുള്ളത് മറ്റൊരാൾ ചോദ്യം ചെയ്യേണ്ടതില്ല എന്നുള്ളത് ഏതൊരു മനുഷ്യന്റെയും സ്വാതന്ത്ര്യമാണ്. ആ രീതിയിൽ ഞാൻ അതിനെ കണ്ടിട്ടുള്ളൂ. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എല്ലാ മേഖലയിലും സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് ഇപ്പം ആണുങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിന് വലിയ പ്രശ്നമില്ല. ഇപ്പൊ വിഹിതം എന്ന് പറയുന്നതാണെങ്കിൽ ഇപ്പം ആണുങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു വീരപരിവേഷം കിട്ടുക. അതേസമയം അത് സ്ത്രീ ചെയ്തു കഴിയുമ്പോൾ അതൊരു ഒരു വേശ്യയാണ്, അല്ലെങ്കിൽ നാടൻ ഭാഷയിൽ വെടിയാണ് എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഇതൊക്കെ എപ്പോഴും അഭിമുഖീകരിക്കേണ്ടി വരുന്ന സ്ത്രീകൾ മാത്രമാണ്. ഈ ഒരു സിനിമയിലൂടെ എന്താണ് നിങ്ങൾ പറഞ്ഞു വെക്കുന്നത്? അതായത് ആ ഒരു ടെൻഡൻസിനോട് ഉള്ള എതിർപ്പാണോ, അല്ലെങ്കിൽ ഇനി അതിനൊരു മാറ്റം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുകൊണ്ടാണോ? അങ്ങനെ എന്താ തോന്നിയത്, അതായത് ഒരു സ്ത്രീ എന്ന നിലയ്ക്ക്? അല്ല, ധാർമ്മികമല്ലാത്ത ഒരു കാര്യവും ചെയ്യുന്നതിന് ആരും, അത് സ്ത്രീയോ പുരുഷനോ ആരും സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. പക്ഷെ അത് ഈ പറയുന്ന പോലെ അത് ഡെഫിനറ്റ്ലി അതൊരു ചോയ്സ് ആണ്. ആ ചോയ്സ് അവൻ സ്വീകരിക്കണോ വേണ്ടിയോ എന്നുള്ളത് അവരുടെ മാത്രം തീരുമാനമാണ്. അല്ല, രണ്ട് ജെൻഡറിനും രണ്ട് തരത്തിലാണ് എഫക്ട് ചെയ്യുന്നത്. അതെ അതെ, എഫക്ട് ചെയ്യുന്നത് അങ്ങനെയാണ്. പക്ഷെ അങ്ങനെ എഫക്ട് ചെയ്യരുത്. ഓക്കെ, നമ്മുടെ ഡയറക്ടർക്ക് അതിനോട് ഉള്ള ഒരു അഭിപ്രായം എന്താണ്? അതായത് ഇപ്പം ഒരു അവിഹിതം എന്ന് പറയുമ്പോൾ ഒരാണ് ഒരു അവിഹിതത്തിലാണ് എന്ന് പറയുമ്പോൾ അവരുടെ കൂട്ടുകാരുടെ ഇടയ്ക്കും അതുപോലെ അങ്ങനെയുള്ളവരുടെ ഒരു വീരപരിവേഷം, അവന് ഒന്നിൽ കൂടുതൽ സ്ത്രീകൾ അല്ലെങ്കിൽ അങ്ങനെ സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടെന്ന് പറയുന്നത് ആണത്വമൊക്കെ ആയിട്ടാണ് പറയുന്നത്. അതേസമയം ഇതൊരു സ്ത്രീയിലേക്ക് വരുമ്പോഴത്തേനും അവളവിടെ മോശക്കാരിയാണ്.
അപ്പൊ ഇത് ഇതിന്റെ ആ ഒരു തീമാണോ ഇതിന് ശരിക്കും പറഞ്ഞാൽ അവിഹിതം എന്നുള്ള ഒരു സിനിമയിൽ പറയുന്നത്? Like she said, I mean, it's not illegal, it's not legally പ്രശ്നമൊന്നുമില്ല if you have an extramarital affair or അവിഹിതം അല്ലേ. Morally, I mean, who are we to decide? അത് അവരവരുടെ ചോയ്സ് ആണ്. I mean, even the society looks at it as a morally corrupt thing, but that is an individual choice. So ഞങ്ങൾ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, if a man can do it, a woman can do it too. So why do we have to, look down upon her and, പുള്ളിയെങ്കിൽ, I mean, he's like a cool dude അല്ലേ, ഒരു 5-6 അവിഹിതം ഉണ്ടെങ്കിൽ. So we are just saying that, if it's wrong, then it's wrong. If it's right, but let it be equal for both. ശ്രീരാജ് ബ്രോ, സെന സാറിന്റെ സെക്കൻഡ് ഫിലിം തൊട്ട് നിങ്ങളൊരു ബോണ്ടിങ് കാണുന്നതാണ്. അപ്പൊ ആ ബോണ്ടിങ് ഈ ഫിലിമില് എങ്ങനെയാ വർക്കായിരിക്കുന്നത്? അതെങ്ങനെ വർക്കാവുന്നതെന്ന് പറയാൻ പോലും ബുദ്ധിമുട്ടുള്ള രീതിയിലായിരിക്കും. കാര്യം ആദ്യത്തെ സിനിമ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നതിൻ്റെയാണ് സെറ്റിൽ വരുമ്പോൾ അത് നമുക്കത് എഫക്റ്റ് ചെയ്യുന്നതെന്ന്, അത് വർക്ക് ഷൂട്ട് ചെയ്യാൻ നേരത്ത്. രണ്ടാമത്തെ സിനിമയായപ്പോൾ നമുക്ക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ട, നമുക്ക് അറിയാൻ തുടങ്ങി. ഓക്കെ, ഈ പുള്ളിക്ക് ഇങ്ങനെ ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ചില കാര്യങ്ങൾ അത് എന്തിനാണ് അതിൻ്റെ ആവശ്യം എന്നൊക്കെ ചോദിക്കും. അപ്പോൾ മൂന്നാമത്തെ സിനിമയായപ്പോൾ അറിയാം, അത് നമ്മൾ തന്നെ അസോസിയേറ്റിനോടും ബാക്കി കോസ്റ്റ്യൂം അല്ലെങ്കിൽ ആർട്ടിനോട് പറയും, അതൊന്നും അങ്ങനെ ചെയ്യേണ്ട, അതൊന്നും പുള്ളി വേണ്ടാന്ന് പറയും, അത്രയും ചെയ്യേണ്ട, അല്ലെങ്കിൽ ഈ സാധനം കുറച്ച് ഫോക്കസ് ചെയ്തോ, പുള്ളി ആ കാര്യങ്ങൾ കുറച്ച് നിർബന്ധങ്ങളാണ് കറക്റ്റായിട്ട് വരണം എന്നുള്ളത്. അപ്പോൾ ആ രീതിയിലേക്ക് ആയി. ഇപ്പൊ ഒരു സമയത്ത് വെച്ചാൽ നമ്മൾ വേറെ ഒന്നും ഡിസ്കസ് ചെയ്യാറില്ല അധികമായിട്ട്. ഇപ്പോൾ സ്ക്രിപ്റ്റാണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറ്. സ്ക്രിപ്റ്റിൽ എന്ത് ചെയ്യാം, കഥാപരമായിട്ടാണ് ഡിസ്കസ് ചെയ്യാറ്. ടെക്നിക്കലി വളരെ ചെറിയ, ചുരുക്കി പോയ ഒരു 1-2 ദിവസത്തെ എന്തെങ്കിലും ഒരു ഡിസ്കഷൻ ഉണ്ടാവും സ്ക്രിപ്റ്റിന്റെ ഇടയിൽ, അത് നമുക്ക് ഇങ്ങനെ ഷൂട്ട് ചെയ്യാം അല്ലെങ്കിൽ അതങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ സെറ്റിൽ വരുമ്പോഴേ അറിയാം, ഇപ്പൊ നമുക്കത് മനസ്സിലാവാൻ തുടങ്ങി ഈ സീൻ എത്രത്തോളം ഈ സിനിമയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ആ രീതിയിൽ അത്തരത്തിലുള്ള ഷോർട്ട് ഡിവിഷനും അല്ലെങ്കിൽ ആ രീതിയിൽ ഫോക്കസ് കൊടുക്കും. ചിലത് അറിയാം, പുള്ളിയോട് ചോദിക്കാൻ തന്നെ അറിയാം, ഇത് അത്ര ഡീറ്റെയിൽ ആയിട്ട് ഷൂട്ട് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ ഒരു റാപ്പ് വന്നതുകൊണ്ട് നമ്മൾ ഒന്നിച്ച് വർക്ക് ചെയ്യണതിൻ്റെ ഒരു അങ്ങനെ ഒരു ഇതൊന്നും ഫീൽ ചെയ്യുന്നില്ല ഇപ്പോൾ. കാര്യം ഇപ്പോൾ ഡെയിലി ഫാമിലിയിൽ നേരത്തെ പറഞ്ഞ പോലെ അതുപോലെയായി. നമുക്ക് വരുന്നു, ഒരു പടം ചെയ്യുന്നു, പോകുന്നു. അല്ലാത്ത സമയവും നമ്മൾ കാണാറുണ്ട്, ഒന്നിച്ച് മറ്റ് കൂടാറുണ്ട്, ചില്ല് ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് സിനിമ ചെയ്യുന്നതിന് ഇപ്പൊ വലിയൊരു പ്രത്യേകതയായിട്ട് അങ്ങനെ ഫീൽ ചെയ്യാറില്ല. മറ്റുള്ള പടങ്ങളിൽ നിന്ന് ഈ പടം എന്താണ് ഇച്ചിരി വ്യത്യസ്തമായിട്ട് സിനിമാറ്റോഗ്രാഫർ? അത് 1-2 കാര്യം. നേരത്തെ സിനിമയെ പറ്റി അനീഷേട്ടൻ പറഞ്ഞ പോലെ ചെറിയ സിനിമയാണെന്ന് പറയുന്നത് അതിന്റെ ഒരു ബഡ്ജറ്റും എല്ലാ രീതിയിലാണ്. പക്ഷെ ഒരു വലിയ സിനിമ എന്ന് പറഞ്ഞല്ലോ. കാര്യം എനിക്ക് ഫീൽ ചെയ്തുള്ള ഇത്തരം ചെറിയ സിനിമകളിലാണ് നമുക്ക് ഒരു ടെക്നീഷ്യന് ചലഞ്ചസ് കൂടുക. ചെറിയ സിനിമയാന്ന് പറഞ്ഞ് തട്ടിക്കൂട്ടി ഷൂട്ട് ചെയ്ത് വിടാനും പറ്റും. പക്ഷെ അതല്ലാതെ നമുക്കൊരു ഇതിനോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു പാഷന്റെ പുറത്ത് ചെയ്യുമ്പോൾ ഈ ഷൂട്ട് ചെയ്യുന്ന സാധനത്തിൽ പക്ഷെ അത് ദാരിദ്ര്യം ഫീൽ ചെയ്യുന്ന ഒരു ചിന്തയുണ്ടാവും എപ്പോഴും. അപ്പൊ ഇതില് ചില ഡേ ഫോർ നൈറ്റ് ആയാലും അങ്ങനെ ചില ടെക്നിക്കൽ കാര്യങ്ങളുണ്ട്. ശരിക്കും ഒരു നൈറ്റ് ഷൂട്ട് ചെയ്യുമ്പോൾ വലിയൊരു സിനിമയാണെങ്കിൽ വലിയ എക്യുപ്മെന്റും വലിയ രീതിയിലുള്ള സെറ്റപ്പ് വെച്ച് ചെയ്യാം. പക്ഷെ ഇവിടെ നമുക്ക് ആ ലക്ഷറി ഇല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ക്രിയേറ്റീവ് ബൗണ്ടറീസ് ഒക്കെ ഒന്നുകൂടെ കുറച്ചുകൂടി പുഷ് ചെയ്യേണ്ടി വന്നു. ഇത് ക്രിയേറ്റീവായിട്ട് എങ്ങനെ അപ്രോച്ച് ചെയ്യാം, കണ്ടാൽ രസമായി തോന്നുന്ന രീതിയിൽ, അത് ജെന്യുവൻ ആയിട്ടൊരു നൈറ്റ് ആണെന്ന് തോന്നണം. കാരണം രാത്രി സീൻസ് അധികമുള്ള സിനിമയാണ്. അപ്പൊ അത്തരത്തില് നമ്മുടെ ബൗണ്ടറീസ് പുഷ് ചെയ്യാൻ ഈ സിനിമയിൽ ശ്രമിച്ചിട്ടുണ്ട്. ഇതിലെ സിനിമ ആയിട്ട് നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ അതിന്റെ രാത്രി സീനുകളൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെന്ന് പിന്നീട് പറയും. ഞങ്ങൾ ഈ ഫിലിം സ്കൂളിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ബാക്കിയുള്ളവർക്കും കുറച്ച് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളെല്ലാം ചോദിക്കാനുണ്ട്. അല്ല, ഇപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം കൂടി ചേർക്കാനുള്ളത്, ഇത് വളരെ ഞങ്ങളിതിൻ്റെ സിനിമയുടെ പ്രൊഡ്യൂസേഴ്സ് എന്നുള്ള രീതിയിൽ വളരെ അത്ഭുതപ്പെട്ട ഒരു സംഭവമുണ്ട്. കാരണം ഈ സാധാരണ രീതിയിൽ പ്രൊഡ്യൂസർമാരാണ് ഈ സിനിമേൻ്റെ തുടക്കം കുറിക്കുമ്പോൾ പൂജയ്ക്കെല്ലാം ഉണ്ടാവുക. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ 3 പേര്, ഞാൻ സാരഥീട്ടൻ, ഹാരിസ് ദേശം, ഞങ്ങൾ 3 പേരും കൂടി പൂജയ്ക്ക് പോകണ്ട, സിനിമയ്ക്ക് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ചെല്ലാം എന്നുള്ളൊരു ധാരണയിൽ. കാരണം കാസർഗോഡ് പോകണം, പോയി കഴിഞ്ഞാൽ 2 ദിവസം അവിടെ നിൽക്കണം. അപ്പോൾ സെന്ന പറഞ്ഞു, നിങ്ങൾ എന്താ നിർബന്ധമായിട്ടും വരണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദിവസം പോകാം എന്നിങ്ങനെ ആലോചിച്ചിരുന്ന് ഒരു ദിവസം നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ സെന്നെ വിളിച്ചിട്ട് പറയുന്നതാണ്, സെന്ന ഞങ്ങൾ മറ്റന്നാൾ വരും എന്ന് പറയുമ്പോൾ, അയ്യോ ഇനി വരണ്ട, നാളെ സിനിമ തീരുകയാണ് എന്നാണ് പറഞ്ഞത്. അതായത് വളരെ എളുപ്പത്തിൽ വളരെ പ്ലാൻഡ് ആയിട്ടാണ് ഇവർ സിനിമ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് ഇവിടെ ഇരുന്ന് നമുക്ക് അറിയാൻ കഴിയാവുന്നതാണ്. അങ്ങനെ ആവണം എന്നാണ് നമ്മുടെ ആഗ്രഹം മലയാള സിനിമകൾ. അപ്പോൾ പുതിയ സിനിമകൾ ഒരുപാടുണ്ടാവും. ആ സിനിമകളിൽ അത് നിങ്ങളിപ്പോൾ പറഞ്ഞതുപോലെ ഈ സിനിമ നിങ്ങൾക്ക് തിയേറ്ററിൽ ഈ പറയുന്ന
20 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്തൊരു സിനിമയാണെന്നുള്ളതല്ല. ഇത് വളരെ പ്ലാൻഡായിട്ട് വളരെ വ്യക്തമായിട്ടുള്ള ഒരു സിനിമയാണിത് പ്രേക്ഷകർക്ക് കിട്ടുക. അതിപ്പോൾ നിങ്ങൾ നാളെ മുതൽ നിങ്ങൾക്കത് തിയേറ്ററിൽ അനുഭവിക്കാൻ കഴിയും. അത് ഇവരുടെ ഒരു ടീം വർക്കാണ്. ഇതിനകത്ത് മറ്റൊരു അത്ഭുതം എന്ന് പറഞ്ഞാൽ ഈ അഭിനയിച്ച ആളുകൾക്കൊക്കെ ഞങ്ങളാണ് എൻ്റെ പ്രൊഡ്യൂസർ എന്ന് എനിക്ക് തോന്നുന്നു ഇന്ന് രാവിലെയാണ് മനസ്സിലായെന്ന് തോന്നുന്നു. പ്രസ് ക്ലബ്ബിൽ വെച്ചിട്ടാണ് ഞങ്ങൾ പരസ്പരം കണ്ടതുപോലും. ബാക്കി നമ്മളിങ്ങനെ സെന്നവരൊന്നും അയച്ചു തരും അത് കാണുന്നല്ലാതെ വളരെ വ്യക്തമായിട്ടൊരു സിനിമ എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ധാരണയോടുകൂടി തന്നെയാണ് ഇവർ ഈ സിനിമയിലാണല്ലോ ഞങ്ങൾക്ക് പറയാൻ കഴിയുക. ഞങ്ങൾ ഈ സിനിമയാണ് അസോസിയേറ്റ് ചെയ്യുന്നത്. ഈ സിനിമയിൽ 100% നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ഇവർ ഈ സിനിമ തീർത്തത്. അത് തിയേറ്ററിൽ നിങ്ങൾക്ക് നല്ല പ്രതീക്ഷയോടുകൂടി തന്നെ പോകാൻ കഴിയും. സർ, ഗുഡ് ഈവനിങ് സർ. അപ്പോൾ അതായത് സാർ നേരത്തെ പറഞ്ഞു, അതായത് സ്ക്രിപ്റ്റ് ഇല്ലാണ്ടാണ് ചെയ്തതെന്ന് പറഞ്ഞു. സ്ക്രിപ്റ്റ് അവർക്ക് കൊടുക്കാറില്ല. ഓക്കെ, അപ്പോൾ അത് മീൻസ് അവർക്ക് കൊടുത്തില്ലെങ്കിൽ അത് മീൻസ് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫേസ് ചെയ്യില്ല? കാരണം കുറച്ച് ടൈമൊക്കെ ചിലപ്പോൾ കൺസ്യൂം ചെയ്യുന്ന അങ്ങനെ എന്തെങ്കിലും ഫേസ് ചെയ്തായിരുന്നോ? അങ്ങനെയൊന്നുമില്ല. ബിക്കോസ് ഐ ആം നോട്ട് വെരി റിജിഡ് ഇൻ ടേംസ് ഓഫ് ഡയലോഗ് ഒക്കെ പറയുമ്പോൾ എക്സാക്ട് വേർഡ് ബൈ വേർഡ് ലെറ്റർ ബൈ ലെറ്റർ മാച്ച് ആവണം എന്നൊന്നുമില്ല. ഞങ്ങൾക്ക് ആ മീനിങ് കിട്ടിയാൽ മതി പടം ചെയ്യുമ്പോൾ. സോ ആൻഡ് മോസ്റ്റ് ഓഫ് ദ സീൻസ് വി കൺസ്ട്രക്ട് ഇസ് വെൽ. ഈ പടം ഇപ്പോൾ അവീത് എടുത്താൽ ഇറ്റ്സ് എ വെരി റിയൽ ലൈഫ് സിറ്റുവേഷൻ. അപ്പോൾ ഇറ്റ്സ് നോട്ട് ടു ഹാർഡ്. ദ ഡയലോഗ് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആൻഡ് ലുക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, ഐ മീൻ they may not be big, they may not have done a lot of Malayalam films, but എല്ലാവർക്കും തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. They are like seasoned actors. So അവർ ക്യാമറ മുമ്പിൽ കൂടുതൽ വന്നിട്ടുണ്ടാവില്ല. എസ്പെഷ്യലി വൺ ബിക്കോസ് നമ്മൾ ആ റീജിയൻ നിന്നാണ് വരുന്നത്. ഓൺലി ഇൻ ദ ലാസ്റ്റ് 3-4 years, ഈ ഒരു മേ ബി ലാസ്റ്റ് 5 years നമ്മൾ അവിടെ ഒരു സിനിമ ഓപ്പൺ അപ്പ് ആയത്. ഇപ്പോൾ യു സീ ദം ലോട്ട് മോർ ബിക്കോസ് Sudish has made a film there, Madan also. Radish Padwal shot a couple of movies there. So ഇപ്പോൾ നമ്മൾക്ക് ഒരു ആക്സസിബിലിറ്റി കുറച്ച് ഈസി ആയിട്ടുണ്ട്. So you'll see a lot more of them now. So അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. The reason I don't give them the script is because one is I like that innocence. നമ്മളത് അറിയാതെ അവർ വന്നിട്ടാകുമ്പോൾ അവരുടെ മുഖത്തിലുള്ള എക്സ്പ്രഷനുകളും കാര്യങ്ങളും വേഴ്സസ് നിങ്ങളത് ട്രെയിൻ ചെയ്ത് പഠിച്ചു വന്നാലുള്ള ഒരു ഡിഫറൻസ്. രണ്ടും വർക്കാണ്. പക്ഷെ ഐ പ്രിഫർ ദ ഫസ്റ്റ് പാർട്ട്, വിച്ച് ഈസ് ബേസിക്കലി ഹാവിങ് ദാറ്റ് ഇന്നസെൻസ്. അതിൽ ചിലപ്പോൾ എന്തെങ്കിലും ഫോൾട്ട് വന്നാൽ ഐ എൻജോയ് ദാറ്റ് ഫോൾട്ട്. ലൈക്ക് ഐ ഡോണ്ട് സീക്ക് ടു മേക്ക് ദ പെർഫെക്റ്റ് ഫിലിം. ഐ വാണ്ട് ലിറ്റിൽ മിസ്റ്റേക്സ് ഹിയർ ആൻഡ് ദെയർ. ദെൻ അതിൽ അറിയില്ല, അതിലെന്തോ ഒരു ചാമുണ്ട് എനിക്ക്. സോ ദാറ്റ്സ് ദ ഫൈറ്റ് മീ ആൻഡ് ശ്രീരാജ് ആൻഡ് ഓൾ ഹാവ് ഓൾ ദ ടൈം. ചിലപ്പോൾ എഡിറ്റിൽ പോകുമ്പോൾ ഇവരൊക്കെ ശ്രീരാജൊക്കെ ഫിലിം സ്കൂളൊക്കെ പഠിച്ച് കുറേ ഡിഗ്രിയൊക്കെ എടുത്തു വന്ന പുള്ളിയാണ്. സോ he will fight for the continuity. ഞാൻ പറഞ്ഞു കണ്ടിന്യൂറ്റിയും വേണ്ട, ഓക്കെ ഞാൻ യൂസ് ചെയ്തില്ല ആ വേർഡ്, ബട്ട് മറ്റൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ബിക്കോസ് ഐ ലുക്ക് ഫോർ ദ പെർഫോമൻസ്. സോ മൈ തിങ്കിങ് ഈസ് ഒരാൾ ഈ പടം കണ്ടിട്ട് ആ കണ്ടിന്യൂറ്റി കൊണ്ട് പ്രശ്നമായി ഞങ്ങൾക്ക് പടം ഇഷ്ടപ്പെട്ടില്ലെന്നെങ്കിൽ വേണ്ട കാണണം. സോ ദാറ്റ്സ് ദ തിങ്കിങ് ദാറ്റ് ഐ ഹാവ്. സോ യാ ഐ ലുക്ക് ഫോർ ദ പെർഫോമൻസ് ആൻഡ് ഐ ലൈക്ക് ദാറ്റ് ഇന്നസെൻസ് ഐ ആക്ട്. ആൻഡ് ആ ഒരു മൊത്തം സ്ക്രിപ്റ്റ് അറിയാതെ വന്നിട്ട് അവർ അഭിനയിക്കുന്ന ഒരു രസം ഐ എൻജോയ് ഇറ്റ്. സോ അത് അവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, ബട്ട് ഐ എൻജോയ് ഇറ്റ്. ഞാൻ പയ്യന്നൂരിനാണ് വരുന്നത്. അപ്പോൾ അതായത് ഈ പടം ഫുള്ള് കാഞ്ഞങ്ങാട് സ്ലാങ് തന്നെയാണോ അതോ? അതെ, കാഞ്ഞങ്ങാട് സ്ലാങ്ങാണ്. മൊത്തത്തിൽ കാഞ്ഞങ്ങാട് സ്ലാങ്ങാണ്. കാഞ്ഞങ്ങാട്, പയ്യന്നൂർ, നോർത്തേൺ കണ്ണൂർ അതെല്ലാം ഏകദേശം ഒരേപോലെയാണ്. അതെ, താങ്ക്സ്. ബാക്കി ജില്ലകളിലെ പ്രേക്ഷകർക്ക് എത്രത്തോളം വർക്ക്ഔട്ട് ആവും? I mean, it's the same question I can ask you guys. We understand rest of Malayalam. നിങ്ങൾ സംസാരിക്കുന്നതെല്ലാം നമ്മൾക്ക് മനസ്സിലാകുന്നുണ്ട്. So I assume that you can also understand it. ചില വേർഡുകൾ ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, but otherwise I think it's not that difficult. അല്ലേ സുധീഷ്? നമ്മളെ മലയാളം അത്ര ബുദ്ധിമുട്ടുണ്ടല്ലോ. കാസർഗോഡ് പോലെ അല്ലേ? ചോദിച്ചാൽ മനസ്സിലാവും എത്രത്തോളം ചാലഞ്ചിങ് ആണ് നമ്മളിപ്പോ ഇവിടെ. അല്ല, അങ്ങനെ സിനിമയ്ക്കൊരു നിശ്ചയമായിട്ടുള്ള ഭാഷയുണ്ടോ? അങ്ങനെയില്ല. മലയാളം തന്നെയല്ലേ ഇതിനകത്ത് കൂടുതൽ സംസാരിക്കും. ഈ പറഞ്ഞ പോലെ ചില വാക്കുകൾ ഒരു പക്ഷേ അത് നമ്മൾ അങ്ങനത്തെ ഒരുപാട് സിനിമകൾ ആസ്വദിച്ചിട്ടുള്ള ആളുകളല്ലേ. ഇത് സിനിമയിൽ ഇതിൻ്റെ വാക്കുകളിലുപരി ഇതിൻ്റെ പ്രമേയം, ഇത് എടുത്തേക്കുന്ന രീതി, അതെല്ലാം അതിനെ ഓവർകം ചെയ്തിട്ട് ഇതൊരു നല്ല സിനിമയായിട്ട് തിയേറ്ററിൽ തീരുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുക. അത് നിങ്ങളോട് വിചാരിച്ചാൽ വളരെ നന്നായിട്ട് എളുപ്പത്തിൽ അത് വിജയിക്കാൻ കഴിയും. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പിന്നെ ഒരു സിനിമേൻ്റെ ഭാഷ അനുസരിച്ചിട്ടല്ലല്ലോ നമ്മൾ ഒരു സിനിമ തീരുമാനിക്കുക. സിനിമൻ്റെ കണ്ടന്റ് അതെങ്ങനെയായി തീരണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വലിയ സിനിമകൾ ചെയ്തിട്ടുള്ള ആളുകളല്ല. എന്നാലും ചെയ്ത സിനിമകളിൽ നമ്മളങ്ങനെ
പ്രത്യേകിച്ച് ഒരു കാര്യത്തെക്കുറിച്ച് വരീഡാവാറില്ല. സിനിമ ടോട്ടലി എങ്ങനെ വരും എന്നുള്ളതാണ് നമ്മൾ നോക്കുക. അത് 100% നമുക്ക് അങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ടെന്നാണ് നമ്മുടെ വിശ്വാസം. ഇനി ബാക്കി പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്. അത് മറ്റന്നാളത്തോടുകൂടി തീരുമാനിക്കപ്പെടും എന്നാണ് നമ്മൾ വിചാരിക്കുക. സംവിധായകനാണ്. നോർമലി നമ്മൾ ഇതിന് ട്രെയിലർ കണ്ടപ്പോൾ എനിക്കൊരു ഫീൽ ചെയ്തതാണ്. കാരണം പണ്ടുള്ള സിനിമകളുണ്ട്, ക്ലാസിക് സിനിമകൾ പോലെ പൊന്മുട്ടിയിടുന്ന താറാവ്, നന്മകൾ, അങ്ങനത്തെ സിനിമകൾ പോലത്തെ ഒരു സബ്ജക്റ്റ് ഒരു ക്യാരക്ടേഴ്സ് മാത്രമല്ല, ആ നാട്, നാട്ടുകാർ, അവിടെയുള്ള ചുറ്റുപാടുകൾ, അങ്ങനെ അതെല്ലാം ചേർത്തിട്ടൊരു ഫിലിം പോലെ എനിക്ക് ആ ട്രെയിലർ കണ്ടപ്പോൾ ഫീൽ ചെയ്തു. ഒരു മെയിൻ സബ്ജക്റ്റ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക, മെയിൻ ക്യാരക്ടർ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ എല്ലാ ആ സറൗണ്ടിങ്ങുകൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആ ട്രെയിലർ ഫീൽ ചെയ്തു. എന്താണ് അങ്ങനെ ഒരു സബ്ജക്റ്റ് ഇങ്ങനെ ചെയ്യാം എന്നല്ലെങ്കിൽ ആ നാട് മുഴുവനും ഇങ്ങനൊരു സബ്ജക്റ്റ് ആക്കാം എന്നൊരു തോന്നൽ ഉണ്ടായിരുന്നു? അംബരീഷ് പുള്ളിയാണ് കഥ എഴുതിയത്. സോ ഹി കെയിം ടു മീ വിത്ത് ദ സ്റ്റോറി. പുള്ളി നറേറ്റ് ചെയ്തു. ദ സ്റ്റോറി വാസ് ലോങ്കർ ദാൻ ദ ഫിലിം. ഞങ്ങൾക്ക് ആ ഒരു പോയിന്റിൽ ഞാൻ പറഞ്ഞു, നമുക്ക് ഇവിടെ നിർത്തിയിട്ട് ഇത് വെച്ചിട്ട് നമുക്ക് ആ സ്ക്രീൻ പ്ലേ എഴുതിയാലും ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് സ്റ്റോറി എന്ന്. അംബരീഷ് അഗ്രീഡ്. സോ ഞങ്ങൾ അടുത്ത ഒരു മാസം വി ഡിസ്കസ്, ഡിബേറ്റഡ്, ആൻഡ് Ambarish had a clear thought in terms of the characters. Nanda movies, I mean, കണ്ടിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് മോസ്റ്റ്ലി ഒരു വെരി തിൻ ത്രെഡ് ആയിരിക്കും സ്റ്റോറി വൈസ്. ഈവൻ തിങ്കളാഴ്ച നിശ്ചയം എടുത്താലോ, ഈവൻ അമ്മയുടെ കന്നഡ ഫിലിം അതെടുത്താലും വളരെ തിൻ സ്റ്റോറിയാണ്. ഐ ലൈക്ക് പ്ലേയിങ് വിത്ത് ദ ക്യാരക്ടേഴ്സ്, പ്ലേയിങ് വിത്ത് ദ ജോഗ്രഫി, പ്ലേയിങ് വിത്ത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ. സോ ബേസ്ഡ് ഓൺ ദാറ്റ് ഇത് വളരെ ചെറിയ സ്റ്റോറിയാണ്. ഞാൻ ഐ മീൻ അതിൻ്റെ സിനോപ്സിസ് നമ്മൾ പുറത്ത് വിട്ടിട്ടുണ്ട്. ഇറ്റ്സ് ഒരു അവീതം സംഭവിക്കും, അത് ഒരാൾ കാണും, എന്നിട്ട് അത് ആരാണ് ആ അവീതം നടത്തുന്നതെന്നാണ് കണ്ടുപിടിക്കുന്നതാണ് മൊത്തം പടം. ദാറ്റ് ഇസ് ദ ക്രക്സ് ഓഫ് ദ സ്റ്റോറി. സോ ആ ചെറിയ ത്രെഡിന് നമ്മൾ 1.25 മണിക്കൂർ കൊണ്ടുപോയിട്ടുണ്ട് ബൈ ഇൻട്രൊഡ്യൂസിങ് അതർ ക്യാരക്ടേഴ്സ്, ദ ജോഗ്രഫി, ദ ലാൻഡ്, the characteristics, the psyche, human psyche, the the human insecurities, അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ആ പടം സ്ട്രെച്ച് ചെയ്തിരിക്കുന്നത്. ഐ തിങ്ക് അംബരീഷ് ആൻഡ് ശ്രീരാജൻ ബി ഏബിൾ ടു ആൻസർ ദിസ് ബെറ്റർ. സോ അംബരീഷ് എന്ന് പറഞ്ഞു എങ്ങനെയാണ് ഇത് ഒരു സബ്ജക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴേ അത് സമൂഹമായിട്ട് കണക്ട് ചെയ്യുന്നതാണെങ്കിൽ അത് കൂടുതൽ ആളിലേക്ക് ചെല്ലും. ഇപ്പം അധിക സിനിമകളും വരുന്ന പേഴ്സണൽ ഇഷ്യൂസ് ബേസ് ചെയ്തിട്ടാണ്. അതുകൊണ്ടാണ് ഇത് ഇത്തരത്തിലുള്ളൊരു സബ്ജക്റ്റ് ഇങ്ങനെ ചെയ്യാം എന്ന് തീരുമാനിച്ചത്. ഉത്തരം തോന്നുന്നു. തീർച്ചയായിട്ടും അത് ഒരു ഒളിഞ്ഞു നോട്ടം അല്ലെങ്കിൽ പരദൂഷണം, സംശയം എന്ന നമ്മുടെ ശീലം ഒരു നാടിനെ എങ്ങനെ ബാധിക്കും, അതൊരു സ്ത്രീയെ ബാധിച്ചാൽ അവരെങ്ങനെ തരണം ചെയ്യും, ഇതാണ് ഈ പടം പറയുന്നത്. അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇതിൽ 2 കാര്യമുണ്ട്, അവിഹിതം, വിഹിതം. അതിലേതാണെന്നുള്ള പടം കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവൂ. വലിയൊരു അനുഭവം ഉണ്ട് ഈ സിനിമയില്. അത് പറഞ്ഞോട്ടെ, വാട്ടർ ടാങ്കിന്റെ മീതെ കയറി പറയട്ടെ. സിനിമ തുടങ്ങുമ്പോൾ ഒന്നും പറഞ്ഞാ ഉണ്ണിക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. അതിന് പാടാൻ പറ്റാറില്ല, വലിയ പ്രശ്നമൊന്നുമില്ല. എന്നാലും കുഴപ്പമില്ലാണ്ട് പോകും. ആ വീട് ഒരു കുടുംബനാഥൻ, അങ്ങനെയല്ലാന്ന് കുഴപ്പമില്ല, നല്ല രസമായിട്ട് പോയിക്കൊണ്ട് ഓരോ സാറ് പറഞ്ഞു. അവ എൻ്റെ ഒരു ടൈലർ ഷോപ്പ് ഉണ്ടാണ് അവിടെ. വലിയ കഥ പറയുന്നില്ല, അല്ല അതുണ്ടല്ലോ സാറേ. അപ്പൊ അതിന്റെ ഇപ്പുറം വലിയ വാട്ടർ ടാങ്ക് ഉണ്ട്, എത്രയോ വരുമല്ലേ പഴയത് ഉപയോഗിക്കാത്തത്. എന്നോട് തമാശക്ക് അറിയില്ല, അതിന്റെ മീത്തല് കയറേണ്ടി വരും. ഞാൻ അതിന്റെ അപ്പുറം മീത്ത കയറിയ ആളാണ് ഞാൻ. വെറുതെ പറഞ്ഞില്ല, ആള് വെറുതെ പറഞ്ഞോണ്ട് ഞാൻ വെറുതെ പറഞ്ഞ തമാശ പറഞ്ഞു. അന്ന് വൈകുന്നേരം പറയുന്നത് അത് പറയാ പറഞ്ഞേ. അന്ന് വൈകുന്നേരം എന്നാ കയറാല്ലേ? ഞാൻ അല്ല സാറേ കയറാൻ പറ്റില്ല. അല്ല ഇതിപ്പോ രഞ്ജിയുണ്ട്, രഞ്ജി കയറിയാണ് സാറേ. ഞാൻ താഴെ ഉണ്ടാവുമല്ലോ. വേണു എന്ന ക്യാരക്ടർ അടിപൊളി ടൈലറല്ലേ, ഓൻ കയറിക്കോട്ടെ, ഞാൻ താഴെ നോക്കാലോ. അത് പറ്റില്ല, നീ കയറണം നോക്കും. ഞാൻ എത്ര സിനിമ കാണണം, അതുകൊണ്ടാണ് സിനിമ കാണണം എന്ന് പറയുന്നത്. എന്റെ രഞ്ജി എങ്ങനെയാ കയറിയത്? വലിയ ഇരുമ്പ് പൈപ്പ്, അതിനില്ല വേണ്ടിയല്ല തുരുപിടിച്ച് പോയി, അതുകൊണ്ടേ പൊളിഞ്ഞു പോയി, എണിയില്ല. ആ ഇരുമ്പ് പൈപ്പ് ഈ മറ്റേ യൂണിറ്റിന്റെ വെള്ളം കൊണ്ടൊന്ന് കെട്ടി മുകളില് അതിന്റെ ടോപ്പിൽ. ഞാൻ എന്താ സാറേ, നമുക്ക് ഈ ഒരു ബലം തന്നുമല്ലോ. നമ്മൾ സിനിമ ചെയ്ത ശേഷം കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മ ഒരു മൂഡിലേക്ക് അങ്ങോട്ട് മാറ്റും. അങ്ങനത്തെ ഒരു മാജീഷ്യനാണ്. അങ്ങനെ ഒരു മൂഡിലേക്ക് ശ്രീരാജു എന്തോ പറയാ, അവിടെ എന്തോ പറയണ്ട, അങ്ങനെ പറയില്ല. അപ്പോ നമ്മളെല്ലാം ടീമാണ്. ഞാനിതിങ്ങനെ കയറുക, രഞ്ജി പിന്നെ അടിപൊളിയാണ്, ഞാൻ എങ്ങനെ കയറിക്കോളും. അത് കയറി എത്തി നോക്കുമ്പോ ഞാൻ ഇറങ്ങാൻ വെച്ചിട്ടല്ല കയറുന്നത്. അത് പഴയ ചടി പിടിച്ച ഫുൾ ചടിയാ. അതിലിറങ്ങണം, അതിലിറങ്ങി ഉയരം സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ കയറി അങ്ങനെ എത്തിപ്പെട്ട് ഞാൻ രക്ഷപ്പെട്ടു. എന്നാ പിന്നെ ഞാൻ ഇറങ്ങാൻ രഞ്ജി ഈ അരിമ്പെല്ലാം അയച്ചു കളയുന്നുണ്ട്.
കെട്ടി വെച്ച് ഇരിപ്പ് കംപ്ലീറ്റ് അയച്ചു കളയുന്നുണ്ട്. ഞാൻ അയക്കല്ലേ, നമുക്ക് ഇറങ്ങണ്ടല്ലേ? ഇല്ല, വൈകുന്നേരം 6 മണിക്ക് കയറി നമ്മൾ രാവിലെ 6 മണിക്കാണ് ഇറങ്ങിയത്. അത് അഭിനയിക്കേണ്ട സീനാണ്. നമുക്ക് ഈ ലോയലത്ത് പറയാനുണ്ട്, നോക്കാനുണ്ട്, പഠിക്കാൻ ഒക്കെ ഉണ്ട്. അങ്ങനെ ഭയങ്കര അനുഭവം പോയി. പക്ഷെ ഭയങ്കര ഊർജ്ജമായിരുന്നു. കഴിഞ്ഞ് വരുമ്പോൾ സംഭവം കഴിയണ്ടെന്ന് വിചാരിച്ച സിനിമയാണ് ഞാനല്ല. പെട്ടെന്ന് തീർത്ത് അല്ലേ ഭയങ്കര ഇഷ്ടപ്പെട്ട എന്റർടൈൻമെന്റ് ചെയ്ത, അല്ലെങ്കിൽ നമ്മളെല്ലാം ഫാമിലി പോലെയാണ്, എല്ലാ സുഹൃത്തുക്കളുടെ സംഭവം. പിന്നെ സാറ് നമുക്ക് ഒരു ആത്മബന്ധവും അങ്ങനെ ഇഷ്ടപ്പെട്ട് അഭിനയിച്ച് ആ ക്യാരക്ടറും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയപ്പോൾ ട്രെയിലറും കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. പല ആൾക്കാരും വിളിച്ചു പറഞ്ഞു ഗംഭീരായിട്ടുണ്ടെന്ന്. എല്ലാവരും അടിപൊളിയായിരുന്നു, ഗംഭീരായിരുന്നു. ക്യാമറ അംബരീഷ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ്, വർഷങ്ങൾക്ക് മുമ്പേ ഇല്ലേ. അതിന് നല്ലൊരു എഴുത്തുകാരനാണ്. അപ്പം നല്ല കഥയും അല്ലെങ്കിൽ എൻ്റെ ക്യാമറയും എൻ്റെ സാങ്കേതിക പ്രവർത്തനവും സംവിധാനവും എല്ലാം കൂടി ആക്ടേഴ്സും എല്ലാം നമ്മുടെ സ്വന്തം ആൾക്കാരാണ്. അങ്ങനെയുള്ളൊരു ഗ്രാമത്തിലെ ആൾക്കാരാണ്. ചെറുവത്തൂര്, കാഞ്ഞങ്ങാട്, അങ്ങനെയുള്ള രഞ്ജി, അങ്ങനെയുള്ള ആൾക്കാരാണ്. അപ്പൊ എന്തായാലും സിനിമ മനസ്സിന് സന്തോഷം തരുന്ന സിനിമയാണ്. നിങ്ങളെ കാണണം. അഭിഹിതം കാണണം എന്തായാലും. 10 I mean, it's a combination of everything. I mean, അത് റീഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവീതം റീഡ് ചെയ്യാം. The subject, the title അവീതം deals with ആ രീതിയിലുള്ള ഒരു അഡൽട്ട് സബ്ജക്റ്റ് ആണ്. ബട്ട് ഇറ്റ്സ് എ കോമഡി. സോ ടൈറ്റിൽ മാത്രമാണ് ആ ഒരു എന്താ പറയുന്നത്, ഒരു ആൾക്കാർ ശ്രദ്ധിക്കും. ആൻഡ് വി നീഡഡ് സംതിങ് ലൈക്ക് ദാറ്റ്. സോ UA 13. അതെ, ഉറപ്പായിട്ട് 13 വയസ്സിന്റെ കൂടുതലുള്ളവരെല്ലാവർക്കും അഭിനയം കാണാം. ഫാമിലി, ഐ മീൻ 13 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവർ കാണാം. അതൊരു പ്രശ്നം ഉണ്ടാവില്ല. പണ്ട് ദിലീപന്റെ തുണ്ടെന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലേ? തുണ്ട് ഉണ്ടാന്ന് പറഞ്ഞൊരു സിനിമ മമ്മൂക്ക അഭിനയിച്ചിട്ടുണ്ട്. അതുപോലൊരു പേരായിട്ട് കാണും അല്ലേ? It will be an educative moment for parents. എന്താണ് അവിതെന്ന് പറഞ്ഞു കൊടുത്ത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയാറുണ്ട്. ബേസിക്കലി ഇതിന്റെ ടൈറ്റിലിന്റെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് നോട്ട് ജസ്റ്റ് എ മാൻസ് റൈറ്റ്. ശരിക്കും പറയാൻ ഇത് രണ്ടുപേരെ എല്ലാ കാര്യത്തിലും ഈക്വാലിറ്റി വേണം, എല്ലാത്തിലും പെർസ്പെക്റ്റീവ്സ് ഒരേപോലെ ആയിരിക്കണം, എല്ലാം ചെയ്യുമ്പോൾ ഒരേപോലെ ആയിരിക്കണം. എന്താ പറയുക, പക്ഷെ ഒരാണൊരു പെൺകുട്ടിയുടെ പുറകെ പോകുമല്ലോ, ഒരാളെ സെറ്റ് ആക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവരെ മിടുക്കെന്നും ഒരു പെൺകുട്ടി ചെയ്തു കഴിഞ്ഞാൽ ശരിയല്ല എന്നൊരു പെർസ്പെക്റ്റീവിൽ ജീവിക്കുന്ന സൊസൈറ്റിയിലൂടെയാണ് അങ്ങനെയല്ല ആവേണ്ടത്. പക്ഷെ അങ്ങനെ ചിന്തിക്കുന്ന ഒരു സൊസൈറ്റിയിലൂടെ ജീവിക്കുന്നത്. അപ്പം അവിഹിതം പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ എന്ത് മാറ്റമായിരിക്കും കൊണ്ടുവരിക? മാറ്റമല്ല. what we are trying to say is good things or bad things, let it be equal for both. That is the whole thought process. Our line in the not just a man's right. നമ്മളിപ്പോൾ അവീതം ശരിയാണോ തെറ്റാണോ എന്ന് പറയുന്നത്, അത് ഇറ്റ്സ് എൻ ഇൻഡിവിജ്വൽ ചോയ്സ്. അത് നിങ്ങൾ ഡിസൈഡ് ചെയ്തത്. നിങ്ങൾക്ക് അവീതം വേണോ വേണ്ടയോ എന്ന് നിങ്ങൾ വി ഓൾ ക്യാൻ ഡിസൈഡ്. ബട്ട് മൈ ഹോൾ പോയിന്റ് ഈസ്, അത് ശരിയായെങ്കിലോ തെറ്റായെങ്കിലോ ഇറ്റ് ഷുഡ് ബി ഈക്വൽ ഫോർ ബോത്ത്. യു കാൺട്ട് ലൈക്ക് ഒരാൾ ആണിനെ ഒരു രീതിയിൽ ജഡ്ജ് ചെയ്യുക, പെണ്ണിനെ അതേ കാര്യത്തിന് വേറെ രീതിയിൽ ജഡ്ജ് ചെയ്യുന്നത് നമ്മൾക്ക് വലിയ വി ഡോണ്ട് സപ്പോർട്ട് ദാറ്റ് എന്നാണ് അവർ ബേസിക്കലി തോട്ട് പ്രോസസ്. സോ നോർമലി ഇപ്പൊ അവിഹിതത്തില് ട്രെയിലറിലൊക്കെ കാണുമ്പോ നല്ല ഒന്നാന്തര ഒരു ഒളിഞ്ഞോട്ടക്കാരനാണ്. അപ്പൊ നോർമലി നമ്മൾ പറയാറുണ്ട് സിനിമയിലേക്ക് കഥാപാത്രമായി മാറി, അല്ലെങ്കിൽ ആ കഥാപാത്രം ഇറങ്ങി പോയിട്ടില്ല എന്നൊക്കെ പറയില്ലേ. അപ്പൊ ശരിക്കും ആ ഒരു കഥാപാത്രമായി കഴിഞ്ഞപ്പോ ഒളിഞ്ഞോട്ടം നല്ലതാണെന്ന് തോന്നിയോ? ആ ഒരു കഥാപാത്രം അത് ഈ സെന്നസാര സിനിമ ഞാൻ തിങ്കളാഴ്ച നിശ്ചയമാണ് ഇതിന് മുന്നേ അതിനൊക്കെ വൈറ്റ് ഓൾട്ടോ അങ്ങനെ 2 പടം ഞാൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇപ്പം സാറ് നേരത്തെ പറഞ്ഞ സ്ക്രിപ്റ്റ് ഞങ്ങൾക്ക് തരാറില്ല. ഏകദേശം കഥയുടെ ഒരു ഇത് ഞങ്ങൾക്ക് പറഞ്ഞു തരും. പിന്നീട് ഒരു
ഒരു സീൻ തന്ന് അതിനെ നിങ്ങൾ പെർഫോം ചെയ്യുക. അപ്പോൾ അത് വ്യക്തമാക്കി തന്ന് കൃത്യമായിട്ട് ഇവർ ഇപ്പോൾ സിരാജ് രവീന്ദ്രനായാലും അംബരീഷ് ആയാലും അതുപോലെ തന്നെ റൈറ്ററായ അംബരീഷ് ആയാലും സെൻസാർ ആയാലും അവർ കൃത്യമായിട്ട് അതിനെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ആ കഥാപാത്രം അല്ലാതെ ഞാൻ അതിൽ ഏതെങ്കിലും രീതിയിൽ മാറിക്കഴിഞ്ഞാൽ അപ്പോൾ സെൻസാർ എനിക്ക് എന്നെ നോക്കിയും അതല്ലടാ അതിന്റെ മീറ്റർ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനുവേണ്ടി കുറച്ച് പണിയെടുത്തിട്ടുണ്ട്. അതായത് പിന്നെ നമ്മളിപ്പം ഒരു കഥാപാത്രമായി മാറാൻ വേണ്ടിയിട്ട് അതിന് കുറച്ച് അധ്വാനങ്ങളൊക്കെ ഉണ്ട്. ചില വായനകളായാലും കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ള കഥാപാത്രങ്ങൾ അതിൽ നിന്നൊക്കെ ചൂസ് ചെയ്ത സാധനങ്ങൾ തന്നെയാണ് ആ കഥാപാത്രത്തെ മേക്ക് ചെയ്തിട്ടുള്ളത്. പണിയെടുത്തിട്ടുണ്ട്. അത് ജീവിതത്തിൽ ഇറങ്ങിപ്പോയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയൊരു കഥാപാത്രം ആകുന്നത് വരെ ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും ഇറങ്ങിപ്പോകാൻ. ധൂം മറ്റേ ഹിന്ദി ധൂം ഇറങ്ങിയ സമയത്ത് ഒരുപാട് ഹെയ്സ്റ്റ് ബാങ്ക് റോബറി ഒക്കെ നടന്നിട്ടുണ്ട്. അത് റിലേറ്റ് ചെയ്തിട്ട് അതിന് ഇൻസ്പിറേഷൻ ആയിട്ട് ക്ലാസ്മേറ്റ്സ് ഇറങ്ങിയ സമയത്ത് there was lot of get togethers happening. So you find a correlation? I hope so. I hope it catches on. നമ്മുടെ ഈ കുടുംബം എന്നുള്ള സോഷ്യൽ കൺസ്ട്രക്റ്റിനപ്പൊ ഈ സിനിമ ദോഷാവില്ലേ? ഇപ്പൊ Look, I mean, same thought, no? Like, നമ്മൾ സിനിമ കണ്ടിട്ടാണോ then we should ban everything. Literally, നമ്മൾ സിനിമ കണ്ടിട്ട് ആ രീതി ജീവിക്കാൻ പോയെങ്കിൽ then it doesn't serve the purpose. I mean, it's just a story but it's നമ്മളൊരു സോഷ്യൽ കൺസ്ട്രക്റ്റിൽ ഇപ്പോൾ ഉള്ള ഒരു അവീതം, whether we like it or not, it happens for various reasons. ഇവിടെ മാത്രമല്ല ലോകത്തെ എല്ലാ സ്ഥലത്തും അതൊരു കോമൺ ഫാക്ടറാണ്. I mean, we look at it as a very taboo thing because it involves it involves a lot of, I don't want to use the word, but so അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ നോക്കുന്നത്. So we are not saying that അവീതം നിങ്ങൾ ചെയ്യണോ അല്ല ചെയ്യണോ എന്ന് നമ്മൾ പറയാൻ നമ്മൾ ആരുമല്ല, but all we are saying that it's part of the life. And in our film ഈ അവീതം നടക്കുമ്പോൾ how everybody is so curious and how the whole society is like looking at them. So നമ്മുടെ ഉള്ളിൽ നോക്കാതെ we are always interested in other people's lives. അതാണ് നമ്മൾ ഈ പടം പറയുന്നത്. So അവിഹിതത്തിന്റെ ബേസിക് ഇമോഷൻ ഈസ് ലസ്റ്റ്. യെസ്. ഇപ്പോൾ കരൺ ജോഹർ അത് എടുത്തിട്ടാണ് കബി അൽവിദാനൊക്കെ അങ്ങനെ ചെയ്തത്. സോ ഹൗ ലസ്റ്റ് ഈസ് ട്രീറ്റഡ് ഹിയർ? You don't see the lust part that much. It's basically after effect of an avihidam is what we see in this. Like നിങ്ങൾ ട്രെയിലർ കണ്ട പോലെ രഞ്ജി's character, he sees an affair and then what happens in that town. ആ അവീതത്തിന്റെ ന്യൂസ് എങ്ങനെ സ്പ്രെഡ് ചെയ്യും, how they deal with how the അവർ സസ്പെക്ട് ചെയ്യുന്ന ആൾക്കാർ എങ്ങനെ അതിനെ ഡീൽ ചെയ്യുന്നത്, അതാണ് പടത്തിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് ഓഫ് an അവീതം. അങ്ങനെ ഒരു റൂമർ നാട്ടിൽ വന്നാൽ then like for example if ഇങ്ങനത്തെ ഒരു സംഭവം നമ്മുടെ വീട്ടിൽ അടുത്ത് ഇവിടെ നടന്നാൽ the next day when we see those people our perspective about them changes. നമ്മൾ അവരെ നോക്കുന്ന രീതി മാറും അല്ലേ നമ്മൾ. സോ അതാണ് നമ്മൾ പടത്തിൽ കാണിക്കുന്നത്. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. വൺ മോർ ക്വസ്റ്റ്യൻ. ആ ട്രെയിലറും ടീസറും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. അതിന് ഉത്തരം ഏതായാലും നിങ്ങൾ സിനിമ കാണണം. സിനിമ കണ്ടു കഴിഞ്ഞാൽ കിട്ടും. അതിൽ നിന്ന് പറയാം അയാളുടെ നോട്ടം, കാര്യങ്ങൾ, അയാൾ കാണുന്ന കാഴ്ച. കഥ ഞാൻ കേട്ടിട്ടില്ല. ഞാൻ സെൻസാറ് എന്നെ വിളിക്കുന്നു, അപ്പോ അത് ഞാൻ ചോദിക്കാറില്ല അദ്ദേഹത്തോട് എന്താണ് കഥ. അതിപ്പോ തിങ്കളാഴ്ച നിശ്ചയം ചെയ്യുന്ന സമയത്തും ഗിരീഷ് ഏട്ടൻ നല്ലൊരു സാധനം ഞാൻ ചെയ്യുന്ന സമയത്ത് അവിടെ വിളിക്കുന്നു, ഇന്നതാണ് പരിപാടി, ആക്ഷൻ കട്ട്. അതിനിടയ്ക്ക് എനിക്ക് പറഞ്ഞിരുന്നുണ്ട്. അത് കൃത്യമായിട്ട് പറഞ്ഞിരുന്നത് അത് ചെയ്യുന്നു. അതിന്റെ മീറ്റർ കുറക്കുക കൂട്ടുക അത് മാത്രമാണ് ഇത് ചെയ്തത്. അതുകൊണ്ട് കഥ എന്നുള്ളൊരു സാധനം ഞാൻ സെൻസാറത്ത് അന്വേഷിച്ചിട്ടില്ല ഇതുവരെ. ഈ പടത്തിൽ നമ്മുടെ കൂടെ പുതിയതായിട്ട് 3 പേര് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ടൈം അല്ല, ഒന്ന് അജിത്, പുള്ളി ഗുണ്ട് എന്ന് പറയുന്ന ഒരു വളരെ പോപ്പുലർ സീരീസ് ഉണ്ട് യൂട്യൂബിൽ. അതില് ആക്ടർ, ഡയറക്ടർ, പ്രൊഡ്യൂസർ എല്ലാം ആണ് പുള്ളി. സോ പുള്ളി ഫസ്റ്റ് പടമല്ലേ ഇത്. ഹി മേക്സ് ഹിസ് ഡെബ്യൂ ബിഗ് സ്ക്രീൻ. നല്ലൊരു നടനം. ഐ ഹാവ് ഫീലിംഗ് ഹി വിൽ ഡയറക്ട് ഓൾസോ ഇൻ ദ ഫ്യൂച്ചർ. ദെൻ വി ഹാവ് ധനേഷ്. പുള്ളി കുറച്ച് പടങ്ങൾ ചെയ്തിട്ടുണ്ട്, ബട്ട് ഇറ്റ്സ് വൺ ഓഫ് ദ മേജർ റോൾസ് ഈ പടത്തിൽ ധനേഷ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ തിങ്ക് ഈസ് ഡൺ എ വണ്ടർഫുൾ ജോബ് ഇൻ ദിസ് ഫിലിം. And then we have Anish. Pulli, he has done a few films before. Radish's പടത്തിലൊക്കെ ചെയ്തിട്ടുണ്ട്. Anish.
And then we have Rakesh Ushar. പുള്ളിയും he has done a few films, but ഇതിലൊരു വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ പുള്ളി ചെയ്തിട്ടുണ്ട്, ലൈക്ക് ലീഡ് റോൾസ്. ഞാൻ പറയണല്ലോ അവർ പറയണം. സോ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ അഭിനയിച്ച എക്സ്പീരിയൻസ്. ഓക്കെ. സോ ഇതെൻ്റെ ഫസ്റ്റ് ഫിലിമല്ല, ഇത് എൻ്റെ 10ാമത്തെ ഫിലിമാണ്. അപ്പോൾ ഞാനൊരു 10 വർഷത്തോളമായി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഒരു 99% എന്നെ അറിയാൻ വഴിയില്ല, പറഞ്ഞാലും ചിലപ്പോൾ അറിയണമെന്നില്ല. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത് ഒരു മുഴുനീള കഥാപാത്രമാണ്. ആദ്യമായിട്ടൊരു മുഴുനീള കഥാപാത്രം ചെയ്യുന്നത് കഴിഞ്ഞ വർഷമായിരുന്നു. സുരേഷിൻ്റെയും സുബ്രതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ ഇവരുടെ സിനിമയിലാണ് ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ ഇതാണ്. ഇത് കുറച്ചുകൂടെ എനിക്ക് സ്പേസ് ഉള്ള ചെയ്യാൻ കുറച്ചുകൂടെ ഇമോഷൻസ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ്. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ ഇതിൽ ഡിസ്കഷനിൽ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ സ്ക്രിപ്റ്റ് കിട്ടാതിരിക്കുമ്പോൾ ഒബ്വിയസ്ലി ചിലർക്ക് ടെൻഷൻ ഉണ്ടാവാം. അതായത് നമ്മളെങ്ങനെ ഡയലോഗ് പറയും, ഡയലോഗ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ലല്ലോ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം സ്ക്രിപ്റ്റ് നമുക്ക് തരാതിരിക്കുമ്പോൾ ആ സീന് കുറച്ചുകൂടെ ബെറ്റർ ആവുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം നമുക്ക് ആ സ്ട്രക്ചർ ഇല്ല. അതായത് ഈ ഒരു വര വരച്ച് ആ വരയിലേക്കൂടെ മാത്രമേ നടക്കാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ അതിൽ ഭയങ്കരമായിട്ട് നമ്മൾ ആക്ടേഴ്സ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഭയങ്കര കൺട്രോൾഡ് ആയി പോകും. ഈ കേസിൽ നമുക്ക് ഫുള്ള് ലൂസാവും, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ആ ചെയ്യുന്നതിന് കണക്കായിട്ടാണ് ഇവർ ആ ഫ്രെയിം സെറ്റ് ചെയ്തതും കാര്യം നമ്മളെ കൂടെ ചെയ്യിപ്പിച്ചതൊക്കെ. അപ്പോൾ നമുക്കത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഹ്യൂമർ കാര്യങ്ങളൊക്കെ ആയാലും നമ്മൾ ഡയലോഗ് അങ്ങോട്ട് കൂടെ പറഞ്ഞു നോക്കുമ്പോൾ പുതിയ പുതിയ സാധനങ്ങൾ കയറി വരും. അത് ആ സീനിനെ ബെറ്റർ ആക്കും. സോ ഒബ്വിയസ്ലി നമ്മൾ ചിലപ്പം കൺട്രോൾ വിട്ടു പോകും. കാരണം നമുക്ക് ത്രൂ ഔട്ട് പടത്തിൽ എന്താ നടക്കുന്നത് നമുക്ക് അറിയാൻ പാടില്ല. അപ്പോൾ ആ കൺട്രോൾ വിട്ടു പോകുന്ന മൊമെന്റിൽ സെന സാർ ആയാലും ശ്രീരാജ് ആയാലും പറയും, അതായത് നമുക്ക് അത്ര വേണ്ട, ഈ ഒരു സാധനം ഇതൊക്കെയാണ്. അപ്പോൾ എനിക്കിത് കുറച്ചും കൂടെ ഈസി ആയിട്ടാണ് തോന്നിയത്. സെയിം വേ തന്നെയായിരുന്നു ലതീഷ് കുമാർ സാറിൻ്റെ സെറ്റിലും ഓൾമോസ്റ്റ് സെയിം വേ തന്നെയായിരുന്നു ചെയ്തത്. സീൻ ഷോട്ടിന് തൊട്ട് മുന്നേ ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. സോ എല്ലാം കൂടെ നോക്കുമ്പോൾ എനിക്കൊരു വലിയ എക്സ്പീരിയൻസ് ആണ്, ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. ആൻഡ് 10-നിപ്പോൾ പടം റിലീസാകുമ്പോൾ ആൾക്കാർ എന്ത് പറയുന്നുള്ളൊരു ടെൻഷൻ, ഒരു എക്സൈറ്റ്മെൻറ്റും എല്ലാം ഉണ്ട്. സോ ഐ ആം ജസ്റ്റ് വെയിറ്റിംഗ്. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. കാണോ എല്ലാവർക്കും നമസ്കാരം. എന്നെ സംബന്ധിച്ചിട്ട് ഇത് ഒരു ഭയങ്കര ഒരു മൊമെൻ്റാണ്. ഇപ്പം ഇവർ പറഞ്ഞ പോലെ ഇവർ സിനിമയിലേക്ക് ഇപ്പോൾ പഠിക്കുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ ഒരു സിനിമയിൽ അഭിനയിക്കണം എന്ന് ആഗ്രഹിച്ച് നടന്ന ഒരാളാണ്. 4ാം ക്ലാസ് മുതൽ തുടങ്ങിയ ആഗ്രഹമാണ്. അങ്ങനെ അത് വളർന്ന് അങ്ങനെ തിങ്കളാഴ്ച നിശ്ചയം നല്ല സിനിമയെല്ലാം കണ്ടോ എനക്ക് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല ഈ സെന്ന സാറിൻ്റെ അടുത്തും ഈ ടീമിൻ്റെ അടുത്തുള്ള ഒരു ദിവസം വന്നിരിക്കാൻ പറ്റും, സംസാരിക്കാൻ പറ്റും. അന്ന് ഞാൻ എൻ്റെ ഗുണ്ട് ചാനൽ തുടങ്ങിയിട്ടില്ല. അതിനുശേഷമാണ് എൻ്റെ ഗുണ്ട് ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഇൻസ്റ്റാ, ഫേസ്ബുക്ക് എല്ലാത്തിലും ഉണ്ട്. അതിൽ കണ്ടിട്ടാണ് എന്നെ ഇവർ വിളിച്ചതും ഇവിടെ വന്ന് ഞാൻ അഭിനയിച്ചു. എന്നെ സംബന്ധിച്ച് സിനിമയിൽ വന്നതിന് ശേഷം സാറുമായിട്ടുള്ള സംസാരിച്ചാലും വളരെ വ്യക്തിപരമായിട്ട് ഒരു നല്ലൊരു ബന്ധം ഉണ്ടാകാനും എനിക്ക് സാധ്യമായി. കാരണം നമ്മളെ ടീമിനെല്ലാം ഉപയോഗിച്ച് ചെറിയൊരു പരിപാടിയിൽ നമുക്കിതിൽ ചെയ്യാനും പറ്റി. ഏറ്റവും വലിയൊരു അപ്രീസിയേഷൻ സാറ് കഴിഞ്ഞതിന് ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു, നിന്റെ നന്നായിട്ട് നീ ചെയ്തിട്ടുണ്ട്, നിനക്ക് കുറച്ചുകൂടെ ഇത് റോള് കുറച്ചുകൂടെ ഒന്ന് വലുതാക്കാമായിരുന്നു എന്ന് എൻ്റെ അടുത്ത് സാറ് പറഞ്ഞ ഒരു മൊമെന്റ് എൻ്റെ ഒരു വലിയൊരു മൊമെന്റ്. ഞാനത് എൻ്റെ ലൈഫിൽ എപ്പോൾ ഉണ്ടാവും. ഞാൻ സാറിനോട് എപ്പോൾ കടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ അമ്മമ്മയാണ് ഏറ്റവും കൂടുതൽ ഞാൻ സിനിമയിൽ എത്തണമെന്ന് ആഗ്രഹിച്ച ഒരാള്. അങ്ങനെ ചെറുപ്പം പോലെ ഞാനിങ്ങനെ മോണാക്ടർ കളിക്കുമ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ അമ്മമ്മയോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു, അമ്മ അങ്ങനെ നമുക്ക് 10-ാം തീയതി പോകണം. അന്ന് അമ്മേനെ പേര് എന്ന് പറഞ്ഞാൽ അഭിഹിതം എന്ന് പറഞ്ഞ ഏറ്റവും ഒരു നോട്ടം നോക്കിയിട്ട് അമ്മ ഭാഗത്തേക്ക് പോയി. പിന്നെ എന്നോട് മിണ്ടിയിട്ടില്ല. പിന്നെ കുറെ നേരം പറഞ്ഞ് മനസ്സിലാക്കി സംഭവം അങ്ങനെയല്ല എന്നോട് മനസ്സിലാക്കി. പക്ഷെ എന്തെന്നാലും ഒരുപാട് സന്തോഷം. എനിക്ക് ആ ഒരു ഈ ഒരു രാശി സെന്ന സാറ് നൽകിയ ഒരു അവസരത്തിന്റെ രാശി. ഞാൻ ഇന്ന് 3 സിനിമകൾ ചെയ്തു. ചെറിയ വേഷമാണെങ്കിലും ഈ ചെറിയ സമയത്തിൽ ഇറങ്ങാനുള്ള 3 സിനിമകൾ ചെയ്തു. വലിയൊരു വിജയമാകും ഉറപ്പായിട്ടും. ഇതൊരു മലയാള സിനിമയിൽ ഒരു അത് ഒരു അങ്ങനെ ഒരു സിനിമ എന്ന് പറഞ്ഞു വെക്കാൻ പറ്റുന്ന
ഒരു സിനിമയായിട്ട് തന്നെ അവീതം മാറും. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കുടുംബസമേതം നല്ല ഉഗ്രൻ അവീതം ആസ്വദിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. നമസ്കാരം, എൻ്റെ പേര് അനീഷ് ചമ്മരത്തി. ഞാൻ പയ്യന്നൂരാണ്, കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരാണ്. തിയേറ്റർ ആർട്ടിസ്റ്റാണ്. ഒരു 25 വർഷമായിട്ട് നാടകരംഗത്തുണ്ട്. സിനിമയെ സ്വപ്നം കണ്ട് നടന്ന ഒരാളല്ല, വളരെ യാദൃശ്ചികമായ സിനിമയിലെത്തിയ ഒരാളാണ്. കാരണം നാടകം കണ്ട് രതീഷാറിൻ്റെ പടത്തിലേക്ക് വിളിക്കുകയാണ് ചെയ്തത്. സുരേഷിനെ സുമലതരെ ഹൃദയരെ പ്രണയത സിനിമയിൽ സുധീഷാറിനുണ്ട്. അപ്പോൾ അതിലൊരു മുഴുനീള വേഷം ചെയ്യാൻ പറ്റി. ഫസ്റ്റ് പടത്തിൽ തന്നെ ഒരു മുഴുനീള വേഷം ചെയ്യാൻ പറ്റി എന്നുള്ളത് വലിയൊരു സന്തോഷം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കിട്ടുന്നത് സെന്നസാറിൻ്റെ പടം. അത് എന്നെ സംബന്ധിച്ച് ബമ്പറാണ്, ശരിക്കും പറഞ്ഞത് ലോട്ടറിയാണ്. ആദ്യത്തെ ലോട്ടറിയാണ്, ഇത് ബമ്പറാണ് ശരിക്കും. അത് കഴിഞ്ഞ് അതിനിടക്കാണ് ധീരം എന്നുള്ളൊരു പടത്തിൽ ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലുള്ളൊരു അനുഭവം എന്ന് വെച്ചാൽ ഇതെല്ലാവരും സുഹൃത്തുക്കളാണ്. ഉണ്ണേട്ടനും രഞ്ജിയും നല്ല ഒരുപാട് കാലങ്ങളായിട്ട് കലോത്സവ രംഗത്തെല്ലാം വർക്ക് ചെയ്യുന്ന ആളാണ്. ധനേഷായിട്ട് ഒരു പടത്തിൽ ഒന്നിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സുഹൃത്തുക്കളാണ്. അപ്പോൾ ശരിക്കും ഒരു പേടിയോട് കൂടിയാണ് പോയത്. കാരണം സെന്നസാറിനെ അറിയില്ല എനിക്ക്, പക്ഷെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. വളരെ ഫ്രണ്ട്ലി ആയിട്ടാണെന്ന് പറയല്. കാരണം എനിക്ക് ആദ്യ ദിവസം തന്നെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ കിട്ടിയത് ഒരു വലിയൊരു സീനായിരുന്നു. അംബരീഷ് വന്നിട്ട് പറഞ്ഞു, ചേട്ടാ ഇതാണ് നിങ്ങൾ പറയുന്ന ഡയലോഗ്സ്. ഞാൻ ഒരു തേച്ച് ഞാൻ പറയണമെന്ന് ചോദിച്ചു. അപ്പോൾ അത്രയും ഡയലോഗ് പറഞ്ഞേ പറ്റുമോ? ഞാൻ ഓക്കെ സാറിനോട് പോയിട്ട് ഞാൻ സാറേ ഇത് നീ നിന്റെ ഇഷ്ടത്തിന് പറഞ്ഞോ, എനിക്ക് അതിൽ എഴുതി വെച്ച മുഴുവൻ സാധനങ്ങളോട് നീ എങ്ങനെയാണോ ഇതിനെ ബിഹേവ് ചെയ്യുക അത് നീ അങ്ങ് ചെയ്തോ. ചെയ്ത് കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞു ഗംഭീരമായിട്ട് ഈ എനർജിയിൽ തന്നെ എനിക്ക് വീണ്ടും കിട്ടണം, അടുത്തതും ഇതേ എനർജിയിൽ കിട്ടണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പിന്നെ അതൊരു സന്തോഷമായി. പിന്നെ ടീമായിട്ട് അങ്ങ് ചെയ്യണം, ആഘോഷമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഈസി ആയിട്ട് അങ്ങ് പോയി. അതാണ് ഏറ്റവും നല്ല സുഖം എനിക്കും തോന്നിയത്. കാരണം നമ്മൾ നാടകം കളിക്കുന്ന ആളായതുകൊണ്ട് നമ്മൾ പഠിച്ച് കഴിഞ്ഞിട്ട് ചെയ്തു വരുമ്പോൾ വളരെ യാന്ത്രികമായി പോകും എന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ കിട്ടിയ ഒരു അനുഭവം വലിയൊരു അനുഭവമാണ്. അപ്പോൾ അവീതം എല്ലാവരും കാണുക. ഇപ്പം എൻ്റെ മോൻ ഇന്നലെ എന്നെ വിളിച്ചു ചോദിച്ചു, അച്ഛൻ്റെ അവീതം എങ്ങനെയുണ്ട്? ഇന്നലെ രാത്രി കണ്ടു 15 വയസ്സിലേക്കാണ്. അവനോട് ചോദിച്ചു, അച്ഛൻ്റെ അവീതം എങ്ങനെയുണ്ട്? ഞാൻ അച്ഛൻ്റെ അവീതം മോശമായിട്ടാ, ഗംഭീര പടമാണ്. അപ്പോൾ നീ നിന്റെ കൂട്ടുകാരെ എല്ലാവരും വിളിച്ചിട്ട് അവീതം കാണാൻ പോ, അതിലെ ചിലവ് ഞാൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സന്തോഷം. എല്ലാവരും സിനിമ കാണുക, നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. സന്തോഷം. നമസ്കാരം, എൻ്റെ പേര് രാകേഷ്. ഞാൻ സെന്നസാറിനെ ആദ്യം കാണുന്നത് 2022 എന്നാത്തം കേസ് കൊടുന്ന് പറഞ്ഞ സിനിമയാണ് എൻ്റെ ആദ്യത്തെ സിനിമ. അത് റിലീസ് ചെയ്തിട്ട് രണ്ടാമത്തെ മദനോത്സവം എന്ന സിനിമ സുധീഷേട്ടൻ ചെയ്ത സിനിമയുടെ ലൊക്കേഷൻ നോക്കാൻ വേണ്ടി പോയതാണ് കാഞ്ഞങ്ങാട്. അങ്ങനെയാണ് സെന്നസാറിൻ്റെ വീട്ടിൽ പോകുന്നത്. അപ്പോൾ സാറ് കേസോട് കണ്ടു, ഞാനൊരു വേഷം തരുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ പിന്നെ 2 പടം കഴിഞ്ഞ് 3ാമത്തെ പടമായപ്പോഴും സാറ് മറന്നില്ല എന്നതാണ്. സാറ് ഞാൻ ഇതുവരെ ചെയ്ത ഒരു 10 സിനിമ ചെയ്തിട്ടുള്ളൂ, പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം ഈ സിനിമയിലത്തെയാണ്. പിന്നെ 3ാമത്തെ സിനിമയാണ് കാസർഗോഡ്. ഞാൻ തൃശ്ശൂർക്കാരനായിട്ടും ഞാൻ 3 സിനിമ എനിക്ക് കാസർഗോഡ് ഭാഗത്ത് ചെയ്യാൻ പറ്റിയതിൽ ആ ഭാഷയും എന്നെ പഠിപ്പിച്ചു. അത്ര ബുദ്ധിമുട്ടുള്ള ഭാഷയൊന്നുമല്ല, പറയാൻ പറ്റും. എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും. അങ്ങനൊരു സംശയം നേരത്തെ കേട്ടു, അങ്ങനെ തോന്നിയില്ല. എല്ലാവർക്കും മനസ്സിലാവുന്ന തരത്തിലാണ് ഇതിൻ്റെ സംഭാഷണങ്ങളൊക്കെ പോയിട്ടുള്ളത്. എന്തായാലും വളരെ വലിയൊരു അനുഭവമായിരുന്നു. വളരെ വലിയ നന്ദിയോടുകൂടി ഈ ഒരു സംഘത്തോടുകൂടി ഇരിക്കാൻ വളരെ സീരിയസ് ആയിട്ട് സിനിമയെ കാണുന്ന ആളുകളാണ്. എന്നിട്ടും സിനിമയിൽ കോമഡിയാണ് എന്ന് പറഞ്ഞ പോലെ വളരെ ഒരു നല്ല ഗ്രൂപ്പിൻ്റെ കൂടെ ആക്കി. അത് സെന്നസാറിനോടും എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. നന്ദി. എല്ലാവരും ഈ തിയേറ്ററിൽ തന്നെ പോയി കാണാം. പുറത്തൊന്നും പോയി അവീതം കാണാൻ ശ്രമിക്കാതിരിക്കുക. നന്ദി. അപ്പം അവീതം തിയേറ്ററിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഇവിടെ വന്ന എല്ലാവർക്കും വളരെ നന്ദി. ഇതൊരു നല്ലൊരു സിനിമയാണ്. ഇവരെല്ലാം സന്തോഷവും കോൺഫിഡൻസും കാണുമ്പോൾ നമുക്ക് അറിയാം ഇവരെത്രത്തോളം ആഹ്ലാദിച്ച് സന്തോഷിച്ച് ഒത്തിരി പ്രയാസപ്പെട്ടെടുത്ത സിനിമയാണ്. അപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു ചിത്രം ഒരുക്കിയതിൻ്റെ എല്ലാ കോൺഫിഡൻസും ടീമിനുണ്ട്. അപ്പോൾ നിങ്ങളാണ് ഇപ്പോൾ കോണ്ടന്റ് ഡ്രിവൺ സിനിമകൾ എപ്പോഴും സ്വീകരിക്കുന്ന മലയാളികൾ നമ്മളാണ്. എപ്പോഴും ഇങ്ങനത്തെ സിനിമകൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത്. എല്ലാ ഇൻഡസ്ട്രീസും പറയുന്ന പോലെ തന്നെ. അപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് ഇങ്ങനെ ഒരു സിനിമ വരുമ്പോൾ നമ്മളെല്ലാവരും തന്നെ ചേർത്ത് പിടിക്കണം. ഇതെല്ലാവരും സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട സിനിമയാണ്. നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എല്ലാവരോടും പറയണം, ഇങ്ങനത്തെ സിനിമകൾ വരണം, സംഭവിക്കണം. ഒരുപാട് പുതുമുഖങ്ങളുടെ ഇവരൊക്കെ സ്വപ്നമാണ്, ഫ്യൂച്ചറാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. നിങ്ങൾക്ക് മീഡിയാസിന് എല്ലാവർക്കും വേണ്ടി നാളെ ഒരു സ്പെഷ്യൽ ഷോ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അയച്ചു തരാം. എൻ്റെ സമയം അതിൻ്റെ തിയേറ്റർ പത്മ അല്ലെങ്കിൽ ഷെനോയ്സിലായിരിക്കും.
അതിൻ്റെ സമയവും തിയേറ്ററിൻ്റെ പേരുമെല്ലാം ഞാൻ അറിയിക്കാം. നിങ്ങൾ എല്ലാവരും നാളെ കാണണം. സിനിമ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും നിങ്ങൾ മീഡിയാസ് ആണ് ഏറ്റവും വലിയ ഒരു ഇതുപോലുള്ള ഒരു ഇവരുടെയൊക്കെ പുതിയ ആൾക്കാരുടെ കൂട്ടായ്മയിൽ നിങ്ങളൊക്കെ ഒരു ഭാഗമാണ്. ഇത് നിങ്ങളുടെയും കൂടെ സിനിമയാണെന്ന് കരുതി നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. നിങ്ങളുടെ ഫീഡ്ബാക്സ് അത് ഒരു വരിയാണെങ്കിൽ 2 വരിയാണെങ്കിലും നിങ്ങൾ ഇപ്പോഴത്തെ ഏറ്റവും പവർഫുൾ മീഡിയമായ സോഷ്യൽ മീഡിയ വഴിയും നിങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴിയും ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ പ്രചരിപ്പിക്കുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞങ്ങൾ ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ടീം ഫുൾ നിങ്ങളുടെ ഫീഡ്ബാക്കിന് വേണ്ടിയിട്ടാണ് ഇവർ വെയിറ്റ് ചെയ്യുന്നത്. അപ്പം ഇവരെ സപ്പോർട്ട് ചെയ്യുക. ഇവിടെ വന്ന എല്ലാവർക്കും താങ്ക് യു ഫോർ ഓൾ ദി ക്വസ്റ്റ്യൻസ് ആൻഡ് താങ്ക് യു.